السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ احضري لنا بهذا المحضر وتعطفي بنظرة تعطي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൈസിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ദർശനം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഷർത്തായ വുളൂവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വുളൂവിൻ്റെ ആത്മീയമായ മാന എന്താണ് എന്നായിരുന്നു കഴിഞ്ഞ ദർശനം നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇക്കാമത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഇക്കാമത്തിൻ്റെ ആത്മീയമായ മാന വിശദീകരിക്കലും അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം വരെ ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. തൗഫീഖ്. ഫൈദ തമഹദ മാ ഖുൽനാഹു, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അത് നിങ്ങളുടെ ഉള്ളിലോ ഉറപ്പിക്കപ്പെട്ടാൽ, ഫൻസുബുലി ഹദ്റത്തി സ്വലാത്തി മഹദൂറത്തി ഫീഹാ ഷഹ്വാത്തുൻ നഫ്സിക്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം, നിസ്കാരവുമായി ബന്ധപ്പെടണം. നിങ്ങളുടെ നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട ഒരു ഹദർത്തുമായി നിങ്ങൾ ബന്ധപ്പെടണം. അതായത് നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ആ നിസ്കാരം എന്താണ്? അവിടെ നഫ്സിൻ്റെ താല്പര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഹദറത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ബി ഖബാലി കുല്ലി, നിങ്ങൾ പൂർണ്ണമായി അതിലേക്ക് നിങ്ങൾ തിരിയണം. ഫദ്യാബാലക മിമ്മ സിവ സയ്യിദക്, നിങ്ങളുടെ യജമാനനല്ലാത്ത എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. മുതഅല്ലിഖൻ ബിയദിയാലി റുബൂബിയത്തി, അവൻ്റെ റുബൂബിയത്തിൻ്റെ കോന്തലിൽ, അവൻ്റെ റുബൂബിയത്തിൻ്റെ കോന്തലിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ എഴുന്നേറ്റ് നിൽക്കണം. ആ നിസ്കാരത്തിൻ്റെ ക്രമം പറയണം. അവ്വലു മഫ്റൂദുൻ ളുഹർ, അതിൽ ആദ്യമായി ഫർളായ കാര്യം അത് ളുഹർ നിസ്കാരമാണ്. ഇഷാറത്തിൻ്റെ അവ്വൽ ളുഹൂരിക്ക്, അതുകൊണ്ട് ആത്മീയമായി സൂചിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ആദ്യത്തെ വെളിപാടിനെയാണ്. ളുഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ വെളിപാടിനെ കാണിക്കുന്നതാണ് ളുഹർ. സുമ്മ അസ്റുൻ, അതിനുശേഷം അസ്റാണ്. ഇഷാറത്തൻ അസ്രി ഉമറിക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കുള്ള സൂചനയാണ് അസർ. സുമ്മ മഗ്രിബുൻ, മൂന്നാമത്തേത് മഗ്രിബാണ്. ഇഷാറത്തൻ ഉറൂബി അസ്രിക്, നിങ്ങളുടെ അടയാളങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒന്നിലേക്ക് സൂചിപ്പിക്കുന്നതാണത്. സുമ്മ ഇഷാഉൻ, പിന്നെ ഇഷാ നിസ്കാരാണ്. ഇഷാറത്തുൻ ലി കമാലി അഷാക്ക അദമ റുയത്തിക്ക ലിഖഹരി സത്വത്ത് ജലാൽ, അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ പിടുത്തത്തിൽ നിങ്ങളുടെ എല്ലാത്തിനെയും മറന്നു പോകുന്ന, അവനിൽ മാത്രമായി ലയിച്ചു തീരുന്ന ഫനാഇനെ സൂചിപ്പിക്കുന്നതാണ് ഇഷാ. വഹുവ ഫനാ വ സുക്ർ, അത് ഫനാവും അതുപോലെ തന്നെ ആത്മീയമായ ഉന്മാദത്തിൻ്റെയും ആത്മീയമായ ലയനത്തിൻ്റെയും മേഖലയാണ്. സുമ്മ സുബഹ്, പിന്നെ സുബഹി നിസ്കാരം. ഇഷാറത്തിൻ ഷുറൂഖി ശംസി മാരിഫത്തിക്, നിങ്ങളുടെ മാരിഫത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഫീ ദുൽമത്ത് ഹിജാബിക്, നിങ്ങളുടെ അള്ളാഹുവിൽ നിന്നുള്ള മറകളുടെ അക്രമത്തിൽ നിന്ന് മാരിഫത്തിൻ്റെ മറകളുടെ അന്ധകാരത്തിൽ നിന്ന് മാരിഫത്തിൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങൾ വരലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 5 നിസ്കാരങ്ങളെ, ഒന്നാമത്തത് ളുഹർ, പിന്നെ അസർ, മഗ്രിബ്, ഇഷ, സുബഹി. അതിന് ളുഹർ അസർ ശരിക്കും നമ്മൾ മറകളുള്ള
ഒരവസ്ഥനെ കാണിക്കുന്നതാണ്. ആ മറകളുള്ള അവസ്ഥ ഇങ്ങനെ ആദ്യം ലുഹറിൽ പൂർണ്ണമായി മറകളുള്ളൊരു മനുഷ്യൻ ആദ്യമായി നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതിങ്ങനെ മാറി ആ മറകളൊക്കെ നമ്മളിൽ നിന്നിങ്ങനെ പതിയെ നീങ്ങി നമ്മളെ യജമാനിലേക്ക് ഇങ്ങനെ മടങ്ങുന്നൊരവസ്ഥയാണ് അസർ കാണിക്കുന്നത്. മഗ്‌രിബിലേക്ക് അടുക്കുന്ന സമയത്ത് നമ്മളുടെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ പൂർണ്ണമായി ഇല്ലാണ്ടായി നിൽക്കുന്നൊരു ഘട്ടമാണ്. ഇശായിലേക്ക് എത്തുമ്പോഴത്തേക്ക് പൂർണ്ണമായി നമ്മളെ എല്ലാ അടയാളങ്ങളും അസ്തമിച്ചിട്ടുണ്ടാവും. അവിടെ പൂർണ്ണമായ ഫനാഇനെയാണത് പ്രതീകമാക്കുന്നത്. ഇശാ കഴിഞ്ഞാൽ സുബഹിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഖാഇനെയാണത് കാണിക്കുന്നത്. നമ്മൾ മാരിഫത്തിലേക്ക്, പുതിയൊരു ദിനത്തിലേക്ക്, മാരിഫത്തിലേക്കാണ് നമ്മളതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വഹ്തസ്സു ളുഹ്റ ബി വഖ്തിൽ ലഹീറത്തി, അള്ളാഹു ളുഹറിനെ ളുഹറിനെ എന്ത് ചെയ്തു പ്രത്യേകമാക്കി. ബി വഖ്തിൽ ലഹീറത്തി, ആ ളുഹറിൻ്റെ ആ വെളിവാകലിൻ്റെ ആ വക്തിന്, അതായത് ളുഹർ ഏറ്റവും നട്ടുച്ചക്കാണല്ലോ, ആ ഒരു സമയത്തിന് അള്ളാഹു ളുഹറിന് നൽകി. ലിഹറാറത്തി അമ്രത്തുൽ ഗഫലത്തിൻ്റെ ചൂടിനെ സൂചിപ്പിക്കാനാണത്. അപ്പോൾ നമ്മൾക്ക് ളുഹറിൻ്റെ സമയം നല്ല ചൂടുള്ള സമയമാണ്. ആ സമയം ശരിക്കും നമ്മൾ അത് പ്രതീകമാക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്ന, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമായതിൻ്റെ ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഫി അവ്വൽ ളുഹരി ഖബ്ലൽ ഇന്തിഖാഖി ബിൽ മതാരിക്കിൽ ജലാലിയത്തി വൽ മഅസിറാത്തിൽ ജമാലിയ. ആ ഒരു ഘട്ടത്തിൽ നിങ്ങളെ അവൻ്റെ ജലാലത്തിൻ്റെ, അവൻ്റെ ഗാംഭീര്യത്തിൻ്റെ ചുറ്റിക കൊണ്ട് നിങ്ങൾ അടിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ ജമാലിയത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ വലിവ് കൊണ്ട് നിങ്ങളെ പ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒരു പ്രസ്സിങ് ഫോഴ്സ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതായത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായ ഗഫലത്തിലാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഫൽ യതഫയ്യു ദില്ലുഹു വജൂദുഹു ഷൈഅൻ ഫഷൈഅൻ ഇലാ ഹദ്റത്ത് ഖിബ്ലത്തി സയ്യിദി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പതിയെ നിങ്ങളുടെ യജമാനിലേക്കുള്ള മടക്കാണ്. യംതദ്ദു ഇലാ വുജൂദി വഖ്തിഹിൽ മുഅസ്സിറ ലഹു മിൻ കുല്ലി ഐരി വ ഐരിയത്തി വഇഹ്തിസാസ് വഹുവ ആഖിർ വഖ്തി. അങ്ങനെ നിങ്ങൾ പതിയെ നിങ്ങൾ മടങ്ങുന്നത് നിങ്ങളുടെ അല്ലാത്ത എല്ലാ വസ്തുക്കളിൽ നിന്നും, അല്ലാത്ത വേറൊരു വസ്തു ഉണ്ട് എന്നുള്ള ചിന്തകളിൽ നിന്നും ഒക്കെ നിങ്ങളെ മുക്തമാക്കുന്ന ഒരു പൂർണ്ണമായ ഫനാഇൻ്റെ അവസ്ഥയിലേക്കാണ്. വദവാ ഉൽ ളുഹരി മുംതദ്ദുൻ ലി ആഖിരി ഇഹ്സാസി വഹുവൽ ഫനാ മാ ബഖിയ്യത്തി അയ്യാമ അശ്രിഹി ഫി അത്വാരിൽ ബശരിയ. ളുഹറും അസറും ഈ രണ്ട് നിസ്കാരങ്ങളും നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളെ മുകളിലൊരു നിങ്ങൾക്കൊരു മരുന്ന് നൽകുന്ന പോലെയാണ്. നമ്മൾ ചൂട് നമുക്ക് സഹിക്കാൻ സാധിക്കില്ലല്ലോ, നമ്മൾ ചൂടിൽ നിന്ന് നമ്മളിങ്ങനെ മടങ്ങിപ്പോവില്ല. അതുപോലെ ഈ ളുഹറും അസറും നിങ്ങൾക്ക് നൽകുന്ന മരുന്ന് പോലെയാണ്. ആ മരുന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ബോധത്തിൽ നിന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, അതിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഒക്കെ മാറി, നമ്മളുടെ ശാരീരിക ഇച്ഛകളിൽ നിന്നൊക്കെ മാറി നമ്മളെന്ത് ചെയ്യും, പൂർണ്ണമായ ഫനാഇൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ളുഹറിൻ്റെ അസറിൻ്റെ ചൂട് അത് നിങ്ങൾക്കുള്ളൊരു മരുന്നാണ്. വശുരിഅത്ത് അർബഅ റക്അത്തിൻ, ആ നിസ്കാരത്തിന് 4 റക്അത്തായി ക്ലിപ്തപ്പെടുത്തപ്പെട്ടത്. ഇത്മാമൻ ലി നുളുജി അത്വാരിഹി വയഹ്കാമൻ ലി സനഅത്തി തബ്ഖിഹി, നിങ്ങളെ ഘട്ടമായി നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയും നിങ്ങളെ പാകപ്പെടുത്തി നിങ്ങളുടെ നിങ്ങളെ പാചകത്തെ പാകപ്പെടുത്താൻ വേണ്ടിയാണ്. ബി അൻവാരി ജലാലി സയ്യിദി, നിങ്ങളെ യജമാനൻ്റെ ജലാലിയത്തിൻ്റെ അൻവാർ കൊണ്ട്. അതായത് ഈ ളുഹർ അസറും മഗ്‌രിബ് പോലെ ചെറുതല്ലല്ലോ, സുബഹി പോലെ ചെറുതല്ലല്ലോ. 4 റക്അത്ത് തന്നെ അള്ളാഹു ആക്കിയിട്ടുണ്ട്. എന്തിനാണ്? ആ 4 റക്അത്തിൻ്റെ ചൂട് കൊണ്ട് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ജലാലിയത്തിൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങളുടെ ഫനാ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. വശുരിയത്ത് സിർറൻ ലി സത്വത്തി ഹദ്റത്തിൽ ജലാലി ഫി നഹാരി കുല്ലി,
അത് അപ്പോൾ നിങ്ങൾ മാത്രമല്ല, നമ്മൾ ആ നിസ്കാരത്തിൽ പതുക്കെയാണ് ഓതുന്നത്. എന്തുകൊണ്ടാണ് പതുക്കെ ഓതുന്നത്? കാരണം ആ ഒരു പകൽ സമയത്ത്, അള്ളാഹുവിൻ്റെ ഗഫ്ലത്തിൻ്റെ സമയത്ത് നിങ്ങളെ മുകളിൽ അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ പിടുത്തം വലുതായത് എന്ന കാരണം കൊണ്ടാണ്. അന്ന ഹദ്റത്തുൽ ജലാലി ഹദ്റത്തുൽ ഹംസ്. കാരണം ആ ജലാലിൻ്റെ ഹദ്റത്ത്, അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ സാമീപ്യം എന്ന് പറയുന്നത് മൗനത്തിൻ്റെ സാമീപ്യമാണ്. വഹുവ യറാഖു ഫീ ബഹരിൽ ഫനാ വയക്തിഖാഫു ബിൽ ഇഷാറ. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷാറത്തുകൾ മതിയാവും. അവൻ്റെ ജലാലിൻ്റെ ഹദ്റത്തിൽ ഒരുപാട് ഒച്ചക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, ചില സൂചനകൾ മതിയാവും. അവിടെ വറഅദതി വത്തറബി വൽ ഉൻസ്, അവിടെ നിങ്ങൾക്ക് പേടിച്ച് വിറയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ആത്മീയമായ ഉന്മാദത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും, ആത്മീയമായ സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ തന്നെ നിങ്ങളിൽ നിന്ന് താല്പര്യപ്പെടുന്നത് നിങ്ങൾ പതുക്കെ സംസാരിക്കാനാണ്. അപ്പോൾ ളുഹർ അസർ നിസ്കാരങ്ങളൊക്കെ 4 റക്അത്ത് നിസ്കാരാക്കിയതിനും അതിൽ എന്തിനാണ് നമ്മൾ പതുക്കെ ഓതുന്നത് എന്നതിനുള്ള കാരണങ്ങളാണ് ശൈഖ് അവറുകൾ പറയുന്നത്. കാരണം അത് നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കാനും ആ ഒരു സന്നിധിയിൽ നിങ്ങൾ പതുക്കെ സംസാരിച്ചാൽ മതി എന്ന കാരണം കൊണ്ടാണ്. വശുരിയത്ത് സൂറത്ത് ഫിൽ അവലീൻ, ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് നിർബന്ധമാക്കപ്പെട്ടത് ലിഹിഫത്തുൽ അവലുൽ ഹദ്റത്തി, ആ സാന്നിധ്യത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു മയപ്പെട്ട ഒരു മൃദുലമായ സ്വഭാവം കൊണ്ടാണ്. വക്കുല്ലമാ അസ്ദാദ ഫി ഹദ്റത്തില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് വർദ്ധിച്ചാൽ ഇസ്ദാദു അലൈഹി ഇസ്കാറുൽ ജലാലി വൽ ജമാൽ, അവന് അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ ഒരു മസ്താവുന്ന അവസ്ഥ വർദ്ധിച്ചു വരും. അത് ഒരാൾ ഒരു മാരിഫത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അള്ളാഹുവിലായിട്ട് അള്ളാഹിൻ്റെ ഹദ്റത്തിലായി എത്രത്തോളം അവൻ നിലനിൽക്കുന്നോ അത്രത്തോളം അവന് അള്ളാഹിൻ്റെ ജമാലും ജലാലും അതിൻ്റെ തീവ്രത അതിനെ കൊണ്ടുണ്ടാകുന്ന മസ്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുണ്ട്, അടുത്ത 2 റക്അത്തിൽ സൂറത്ത് പറയുന്നില്ല. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് വരാനുള്ള കാരണമാണ് പറയുന്നത്. അവിടെ നമുക്ക് നമ്മൾ ദൈർഘിപ്പിക്കുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് അതിൻ്റെ മസ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. സൂറത്ത് മുതവ്വലതൻ ഫീൽ ഓലാ ലിദാലിക്, ആ കാരണം കൊണ്ടാണ് 1-ാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതാനും അത് ദീർഘിപ്പിച്ച് ഓതാനും പറഞ്ഞത്. മുഖസ്സറത്തൻ ഫിസാനി ലി ഖുർബി ലി ഉഖ്റയൈൻ, എന്നാൽ 2-ാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതാൻ പറഞ്ഞു, പക്ഷേ അത് കുറച്ച് ഓതാൻ പറഞ്ഞു, അത് ചെറിയ സൂറത്ത് ഓതാൻ പറഞ്ഞു. അതെന്തിനാണ്? അതിന് അടുത്ത 2 റക്അത്തിലൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. മഹല്ല ഖുവ്വത്തിൽ ഹറാറിൽ ഹദ്റത്തി ബിൽ ഹൈബ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലുള്ള ഹൈബത്ത് കൊണ്ട്, ഹൈബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ടുള്ളൊരു പേടി, ആ പേടിയുടെ തീച്ചൂളയിലാണ് അവസാനത്തെ 2 റക്അത്ത് ഉണ്ടാവുക. അതിനോട് അടുത്തിട്ടാണ് 2-ാമത്തെ റക്അത്ത് എന്ന കാരണം കൊണ്ടാണ് 2-ാമത്തെ റക്അത്തിൽ സൂറത്ത് ചെറിയ സൂറത്തും 1-ാമത്തെ റക്അത്തിൽ വലിയ സൂറത്തും പറയാൻ കാരണം. അതായത് ളുഹറിൻ്റെ അസറിൻ്റെ നിസ്കാരങ്ങളിൽ ആ 4 റക്അത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുള്ളൂ, പിന്നുള്ള 2 റക്അത്തിൽ സൂറത്തില്ല. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുള്ളത് അത് നമ്മൾ ആദ്യം അള്ളാഹിൻ്റെ ഹദ്റത്തിൽ ആദ്യമായി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ജമാൽ അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ ആ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കതിങ്ങനെ കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അവിടെ നമുക്ക് അതിൻ്റെ ഒരു തീച്ചൂട് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുള്ളത് നമുക്കത് താങ്ങാൻ പറ്റുന്നതുകൊണ്ടും പിന്നെ 2 റക്അത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മൾ സൂറത്ത് ഒഴിവാക്കുമ്പോൾ പെട്ടെന്നാക്കുന്നതുമാണ്. ഈ ആദ്യത്തെ 2 റക്അത്ത് തന്നെ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്ത് ദൈർഘിപ്പിച്ച് ഓതാം സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്. 2-ാമത്തെ റക്അത്തിൽ ചെറിയ സൂറത്ത് ഓതാനും പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ 2-ാമത്തെ റക്അത്ത് 3-ാമത്തെ റക്അത്തിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തേൽ കുറച്ച് ദൈർഘ്യം വന്നു, 2-ാമത്തേൽ പിന്നെയും ദൈർഘ്യം കുറഞ്ഞു, പിന്നെ 3ഉം 4ഒക്കെ ദൈർഘ്യം പറ്റേ കുറഞ്ഞു. എന്തുകൊണ്ടാണ്? അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ചൂട് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി തീരും എന്ന കാരണം കൊണ്ടാണ്. വലം തുഷരിയു ഫി ഉഖ്റൈനി ലി അളമി
അവാഹിറിൽ ഹദറത്തി ഖിലാഫിൽ ഹദറത്തുൽ മുലൂക്ക്. എന്നാൽ അവസാനത്തെ 2 റക്കാത്തിൽ എന്ത് ചെയ്തില്ല, സൂറത്ത് ഓതാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് സാധാരണ രാജാക്കന്മാരുടെ സന്നിധിയിൽ നിൽക്കുന്നതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. വകുല്ലമ ഇസ്ദാദുൽ ഇൻസാന ഫി ഹദറത്തിക്കും ഇസ്തഅനസ വയഖിഫുൽ അംറ അലൈഹി. കാരണം രാജാക്കന്മാരുടെ സന്നിധിയിൽ നമ്മൾ ഒരുപാട് നിന്നാൽ ആ നിൽക്കുന്നതിൻ്റെ കാലാവധി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ കുറച്ചും കൂടി സുഖവും കുറച്ചും കൂടി എളുപ്പവും വർദ്ധിക്കുക ചെയ്യാം. എന്നാൽ അള്ളാഹിൻ്റെ ഹദറത്തിൽ അങ്ങനെയല്ല. നമ്മൾ നിൽക്കുന്നതിൻ്റെ തോതനുസരിച്ച് നമുക്ക് അവിടെ പ്രയാസങ്ങളായിരിക്കും ചിലപ്പോൾ വരിക. അതായത് ഒരു ജലാലിയത്തായിരിക്കും വെളിവാവുക കൂടുതൽ. വാജബത്ത് മുഖാലഫത്തുല്ലാഹി ഹദറത്തി ഐരിഹി. എന്നാൽ ഇത് ഈ മറ്റ് രാജാക്കന്മാരുടെ ഹദറത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അള്ളാഹിൻ്റെ ഹദറത്തിൽ ഇഖ്ബാ ഇല്ലാതെ അത് അള്ളാഹിനോടുള്ള അദബിൽ നിന്നുണ്ടാവുന്നതാണ്. ഫലോ ഷുറഅത്ത തവീലി ഫിഹിമ. ഈ പിന്നെ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ഇങ്ങനെ ഒരുപാട് നിൽക്കാൻ അള്ളാഹു പരിശുദ്ധമായ ശരീഅത്ത് കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് 2ാമത്തെ റക്കാത്തിലും 3ാമത്തെ റക്കാത്തിലും 4ാമത്തെ റക്കാത്തിലൊക്കെ ഒരുപാട് സൂറത്ത് ഓതാൻ കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ, അതായത് പ്രത്യേകിച്ചും ദുഹൂർ അസറിൻ്റെ സമയത്ത്. കാരണം ദുഹൂർ അസറിൻ്റെ സമയത്ത് അള്ളാഹിൻ്റെ ഒരു ജലാലിയത്ത് വെളിവാകുന്ന 2 നിസ്കാരങ്ങളാണ്. അപ്പോൾ ആ നിസ്കാരത്തിൽ നമ്മൾ ഒരുപാട് സൂറത്ത് ഓതുന്നതും ദൈർഘിപ്പിക്കുന്നതും ഒക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലഹ്തറക്ക, ആ നമ്മൾ കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു. ഔ സാലൽ ആരിഫ് മാൻ, അല്ലെങ്കിൽ ആരിഫായ വ്യക്തി വെള്ളമായി പോകുമായിരുന്നു. ഒരു ആരിഫാണ് ആ ഒരു അവസ്ഥയിലുള്ളതെങ്കിൽ, യഥാർത്ഥമായ ആരിഫ് നിസ്കരിക്കുകയാണെങ്കിൽ, അള്ളാഹു ലയിച്ചു കൊണ്ടാണ് അവൻ്റെ നിസ്കാരമെങ്കിൽ അവന് ഈ അവസാനത്തെ 2 റക്കാത്തിലൊക്കെ ദൈർഘിപ്പിക്കുന്നൊരവസ്ഥ അള്ളാഹു അവന് കൊടുത്തിരുന്നെങ്കിൽ, ദുഹൂർ അസറൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ദൈർഘ്യം വന്നാൽ ആ ദൈർഘ്യം കാരണം അവൻ കത്തിപ്പോവുമായിരുന്നു, അല്ലെങ്കിൽ അവൻ വെള്ളമായി മാറുമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഓരോക്കെ നിസ്കാരം. അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരുമായിരുന്നു നമുക്ക്. ആദ്യത്തെ ചൂടോ അവസാനത്തെ ചൂടോ ഈ ചൂടുന്നുണ്ടോയെന്നോ ഇതൊന്നും നമുക്ക് അനുഭവപ്പെടലില്ല. ഇതൊക്കെ ആരിഫീങ്ങളുടെ നിസ്കാരത്തിനെപ്പറ്റി പറയുന്ന അവസ്ഥകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ നിസ്കാരമൊക്കെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വഹുമിലൽ ആമിയു അലിഹി റിഫ്ഖൻ ബി. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ആരിഫീങ്ങൾക്ക് അവസ്ഥ എങ്ങനെയാണെങ്കിൽ, യഥാർത്ഥമായ ആരിഫീങ്ങളുടെ നിസ്കാരം എങ്ങനെയാണെങ്കിൽ, പിന്നെ സാധാരണക്കാർക്ക് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യിച്ചു കൊടുക്കും? ഇതൊന്നും അനുഭവപ്പെടില്ലല്ലോ. അത് അവരോടുള്ളൊരു കാരുണ്യം കൊണ്ട് അവരോട് സമാനമായ ഒന്ന് അവർക്കും കൊടുത്തതാണ്. അപ്പം ഇതൊക്കെയാണ് ദുഹൂർ അസർ നിസ്കാരങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ജലാല് വെളിവാകുന്നത് കൊണ്ടും, ആ ജലാല് വെളിവാകുന്നത് കൊണ്ട് ആണ് പതുക്കെ ആക്കാൻ പറഞ്ഞത്. ആ പതുക്കെ ആക്കിയതിൽ തന്നെ സൂറത്ത് 1ാമത്തെ സൂറത്ത് വലുത്, 2ാമത്തെ സൂറത്ത് ചെറുത്, പിന്നുള്ളതിലൊന്നും സൂറത്തില്ല, വെറും ഫാത്തിഹ മാത്രം ഓതുക എന്നൊക്കെ പറഞ്ഞത് ചുരുക്കിയതിൻ്റെ കാരണം പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹിനെ കുറിച്ച് അറിയാത്തവർക്കാണ് എല്ലാ നിസ്കാരവും നമുക്ക് കുറേ ദീർഘിപ്പിക്കുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെ വിചാരിക്കും ചില ആൾക്കാർ. അങ്ങനെയല്ല, ചില ആൾക്കാരും പെട്ടെന്ന് നിസ്കരിക്കുന്നത് നല്ലത്, ചിലത് ദീർഘിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിസ്കാരങ്ങൾക്കനുസരിച്ച് അതിന് ഏത് സമയത്താണ് നിസ്കരിക്കുന്നത് അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഞാൻ മലയാളത്തിൽ വായിക്കാതായി കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. അത് കുറച്ചും കൂടി ഇതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതായതുകൊണ്ട് മനസ്സിലാവില്ല ചിലപ്പോൾ. നിങ്ങൾ നിസ്കാരത്തിനായി നിൽക്കുകയാണെങ്കിൽ കിബിലക്ക് നേരെ തിരിയുക. ഇനി കിബിലിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ 5 നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആ നിസ്കാരത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി കിബിലിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നിസ്കാരത്തിനായി നിൽക്കുകയാണെങ്കിൽ കിബിലക്ക് നേരെ തിരിയുക. നിങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ മുഖം അതിന് നേരെയാകൽ നിർബന്ധമായതിനാലാണ് അതിന് കിബില എന്ന് പേരിട്ടത്. കിബിലക്ക് തിരിയുക എന്നത് നിയമമാക്കപ്പെട്ടത് ആ ഭവനം, അതായത് കാബ ഈ ലോകത്തിൻ്റെ കാമ്പും അതിൻ്റെ ആത്മാവും അതിൻ്റെ മധ്യഭാഗവും ആയതുകൊണ്ടാണ്. കാരണം സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ ആത്മാവിൻ്റെ വിയർപ്പിലെ ഓരോ തുള്ളിയുടെയും ആ കടലിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകിപ്പരന്ന വെള്ളത്തിൻ്റെ പതയിൽ നിന്നാണ് അള്ളാഹു ഈ ലോകത്തിൻ്റെ ഗോളം ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് ഹൗദുൽ കൗസർ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വിശദീകരിച്ചു. അതുപോലെ തന്നെയാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിൻ്റെ വേർതിരിപ്പ് തുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഈ ഈ ലോകത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തെ അള്ളാഹു പടച്ചത്. ആ ആത്മാവിനോട് അള്ളാഹു മുന്നോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ അത് മുന്നോട്ട് വരികയും പിന്നോട്ട് മാറുക എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നോട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ നാഥനിൽ നിന്നുള്ള ഗാംഭീര്യവും സ്നേഹത്തിൻ്റെ അടുപ്പവും കാരണം അതിനുണ്ടായ അവസ്ഥകൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. യാതൊരു മാലിന്യങ്ങളുമില്ലാത്ത അതിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ഊറി വരികയും അത് ആ വൃത്തത്തിൻ്റെ മധ്യഭാഗത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ അതൊരു കടലായി മാറി. നാഥൻ്റെ ഗാംഭീര്യവും സ്നേഹത്തിൻ്റെ അടുപ്പവും കാരണം അത് ഇളകി മറിയുകയും പതക്കുകയും ചെയ്തു. തുടർന്ന് ആ ജലത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യത്തിൽ നിന്നും ഭൂമിയുടെ മുഴുവൻ യാഥാർത്ഥ്യവും ഒരുമിച്ച് കൂടി. അങ്ങനെ അതൊരു ഗോളമായി മാറി. അതിൻ്റെ ഗർഭപാത്രത്തിൽ ചുരുണ്ടുകൂടിയ നിലയിലായിരുന്നു അത്. അതിൻ്റെ ഗർഭപാത്രം അതിൻ്റെ മധ്യഭാഗത്താണ്. ആ മധ്യഭാഗമാണ് അതിലേറ്റവും ഉത്തമമായത്. മണ്ണും ജലവും രൂപപ്പെടുന്നതിൻ്റെ കേന്ദ്രം ആ ഉത്തമമായ ഭാഗത്താണ്. അങ്ങനെ അതിൻ്റെ ഗർഭപാത്രം നിഗൂഢമായ ഒരു നിധി ഉൾക്കൊള്ളുന്ന ഒന്നായി മാറി. ആ നിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിയർപ്പിൻ്റെ ആന്തരിക യാഥാർത്ഥ്യമാണ്. അങ്ങനെ മലക്കുകളുടെ ഓരോ ആത്മാവിലും സത്യവിശ്വാസികളുടെ പ്രകാശങ്ങളിലും അത് ഒരുമിച്ച് കൂടി. ആ മഹാനിധി ലോകത്തിൻ്റെ ഗർഭപാത്രത്തിൽ സ്ഥിരപ്പെട്ടതിന് ശേഷം ആ കടലിൻ്റെ ഇളക്കം വീണ്ടും വർദ്ധിച്ചു. അത് അതിൻ്റെ നീരാവി മുകളിലേക്ക് അയക്കുകയും അതിൽ നിന്ന് അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പരമോന്നതനും സത്യവുമായ അള്ളാഹു തൻ്റെ വിസ്മയകരമായ കഴിവുകൊണ്ട് ഭൂമിയെ ലക്ഷ്യമാക്കി വെള്ളത്തിൻ്റെ മുകളിൽ 7 പാളികളായി വിരിച്ചുകൊണ്ട് അതിനെ പരത്തി. ഗർഭപാത്രത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ആത്മാവിൻ്റെ ശക്തിയുമായുള്ള പ്രത്യേക ബന്ധം കാരണം അള്ളാഹു ഏറ്റവും മുകളിലുള്ള പാളിയെ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്തു. എല്ലാ ആത്മാവിൻ്റെയും എല്ലാ പ്രകാശത്തിൻ്റെയും അടിസ്ഥാനം അള്ളാഹു അതിൽ നിന്നാക്കി. അങ്ങനെ മലക്കുകളിൽ നിന്നുള്ള ആത്മാക്കളെയും പ്രകാശങ്ങളെയും അവൻ അതിൽ നിന്ന് വെളിപ്പെടുത്തി. അതിനാൽ മലക്കുകളോ മനുഷ്യരോ ആരുമാകട്ടെ എല്ലാവരും തങ്ങളുടെ അടിസ്ഥാനപരമായ ആ ഗർഭപാത്രത്തിലേക്ക് തിരിയുന്നവരാണ്. ഓരോ ആത്മാവിൻ്റെയും അടിസ്ഥാനം ലോകത്തിൻ്റെ ഗർഭപാത്രമാകുന്ന കടലിലെ ശുദ്ധവും മധുരവുമായ ജലത്തിൽ നിന്നാണ്. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടതും അതുപോലെ തന്നെ ആകാശം സൃഷ്ടിക്കപ്പെട്ടതും ഭൂമി സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിൽ നിന്നാണ്. ആ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഒരു ക്രമം ആണ് ശൈഖ് അവരുടെ വിശദീകരിച്ചത്. അതിന് ചില ജലത്തിൻ്റെയും പതയുടെയും ഒക്കെ ഉപമകൾ ഉപയോഗിച്ചു എന്ന് മാത്രം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് റസൂലുള്ളാഹി വിശ്വാസങ്ങൾ ഇതിൻ്റെ ഒക്കെ ആധാരം. അപ്പോൾ പരിശുദ്ധമായ കഅബയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ യാഥാർത്ഥ്യമാണ്. കഅബ വേറൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള പരിശുദ്ധമായ ഈ പ്രപഞ്ചം തന്നെ വിശ്വാസങ്ങളുടെ ആത്മാവിൽ നിന്നുണ്ടായതാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള ഭൂമിയും അങ്ങനെ ഉണ്ടായതാണ്. ആ ഭൂമിയുടെ കേന്ദ്രമായ കഅബയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ തന്നെ കേന്ദ്രത്തിന് തങ്ങളാകുന്ന ആ കേന്ദ്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്കുള്ള സൂചനയാണ് ശരിക്കും കഅബ എന്നാണ് ഇതിലൂടെ പറയാൻ മഹാനവറുകൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പിതാവായ സയ്യിദുനാ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം സൃഷ്ടിക്കപ്പെട്ടത് ഭൂമി, ജലം, ആകാശം, അർശ്, കുർസി എന്നിവയുടെ എല്ലാം സകല ഭാഗങ്ങളിൽ നിന്നുമാണ്. അങ്ങനെ ലോകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരുമിച്ച് കൂടി. ആത്മാക്കളുടെ കേന്ദ്രമായ ആ അറിയപ്പെട്ട സ്ഥാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സത്ത മറ്റു സത്തകളെക്കാളും അദ്ദേഹത്തിൻ്റെ വിശേഷണം മറ്റു വിശേഷണങ്ങളെക്കാളും അദ്ദേഹത്തിൻ്റെ ആശയം മറ്റ് ആശയങ്ങളെക്കാളും ഉന്നതമായി തീർന്നു. അതുകൊണ്ടാണ് മറ്റെല്ലാവരും വെച്ച് അദ്ദേഹത്തിന് ഖിലാഫത്ത് അള്ളാഹു വ്യക്തമാക്കിയത്. അത് ശ്രേഷ്ഠതയുടെ അങ്ങേയറ്റമാണ്. ആദം നബി അലൈഹി സ്വലാം സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആന്തരികമായ ആത്മാവിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. എന്നാൽ ബാഹ്യമായ ഭൗതിക പ്രകൃതിയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവുമാണ്. റസൂലുള്ളാഹിങ്ങളുടെ ആന്തരികമായ അവസ്ഥയിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാം ഉണ്ടാവുന്നത്. ആ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ സെൻറ്ററായ കഅബയും നിലകൊള്ളുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടിയാണ് ബാഹ്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബക്ക് ചുറ്റുന്ന ആളാണ് ബാഹ്യമായി. ബാഹ്യമായിട്ട് ആന്തരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സത്തയാണ് ആദം നബി അലൈഹി സ്വലാമിലും റസൂലുള്ളാഹി സ്വല്ലങ്ങളുടെ സന്നദ്ധ സത്തയാണ് കഅബയിലുമൊക്കെ ഉള്ളത്.
എന്നാൽ യഥാർത്ഥത്തിൽ നിലവിലുള്ള എല്ലാ സൃഷ്ടികളുടെയും യഥാർത്ഥ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ കാബ ഒന്ന് വേറെയും മദീന ഒന്ന് വേറെയും, അങ്ങനെ ചില ആൾക്കാരൊക്കെ വിവരമില്ലാത്തവർ പറയാറുണ്ട്. കാബയിലേക്കല്ല നമ്മൾ തിരിയേണ്ടത്, മദീനത്തേക്കല്ലല്ലോ, മദീന വേറെ, മദീനയിലേക്ക് പ്രതിഫലം കുറവാണ്, അവിടെ കുറച്ചേ ഉള്ളൂ, ഇവിടെ കുറേ ഉണ്ട് എന്നൊക്കെ. ശരിക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആന്തരികമാണ് പരിശുദ്ധമായ കാബയിലും പരിശുദ്ധമായ മക്കയിലും ഒക്കെ ഉള്ളത്. വിശ്വാസങ്ങളുടെ ശരീരമാണ് മറ്റിടത്തുള്ളത്. വിശ്വാസങ്ങൾ ആന്തരികമാണ് കാബയിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വേറെ ആക്കപ്പെട്ടത്? രണ്ട് സ്ഥലത്തും ഒരു സ്ഥലത്ത് തന്നെ ആവായിരുന്നില്ലേ? ആ ഒരു സ്ഥലത്ത് ഉണ്ടായേക്കാവുന്നൊരു പ്രയാസത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അത് അള്ളാഹു മനസ്സിലാക്കിയിട്ടുമാണ് അത് വേറെ വേറെ സ്ഥലത്താക്കിയത്. മാത്രമല്ല, അങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ വിശ്വാസങ്ങൾക്ക് അബാഹ്യമായ ശരീരത്തിനുണ്ടായ ഗുണങ്ങൾ അതും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാബ പ്രപഞ്ചങ്ങളുടെ മണവാട്ടിയും അവയുടെ അടിസ്ഥാനവും അവയുടെ ഉത്ഭവ സ്ഥാനവും ആയതുകൊണ്ട് പ്രപഞ്ചങ്ങളുടെ ബാഹ്യമായ എല്ലാ ഭാഗങ്ങളും അതിലേക്ക് തിരിയുന്നവയാണ്. പ്രപഞ്ചങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെല്ലാം കാബയുടെ ആന്തരിക യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിയുന്നതാണ്. അതിനാൽ അസ്തിത്വത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങളെല്ലാം സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ പ്രകൃതിയുടെ ചിറകിന് കീഴിലാണ്. അതായത് അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് കൊണ്ടുള്ള മനുഷ്യ പ്രകൃതിയുടെ കീഴിൽ. അതിവിടെ ബാഹ്യമായി നമ്മൾ കാണുന്ന എല്ലാം വിശ്വാസങ്ങളുടെ ആ ബാഹ്യമായ ശരീരത്തിൻ്റെ കീഴിലാണ്. എന്നാൽ അള്ളാഹു ഒഴികെയുള്ള മറ്റെല്ലാത്തിൻ്റെയും ആന്തരിക യാഥാർത്ഥ്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെ കടലിൻ്റെ കാവലിന് കീഴിൽ ചുരുണ്ടു കൂടിയിരിക്കുന്നവയാണ്. ബാഹ്യമായ എല്ലാം വിശ്വാസങ്ങളുടെ ബാഹ്യത്തിൻ്റെ കീഴിലാണ്. ആന്തരികമായ എല്ലാം വിശ്വാസങ്ങളുടെ ആന്തരികത്തിൻ്റെ കീഴിലാണ്. വിശ്വാസങ്ങൾ കീഴിലല്ലാത്ത അവിടെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മധ്യസ്ഥയിലല്ലാതെ അള്ളാഹുവിലേക്ക് മാത്രം നേരിട്ട് തിരിയാൻ അവൻ്റെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന് മഹോന്നതനായ അള്ളാഹുവിൽ നിന്നുള്ളൊരു സൂചനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ പ്രകൃതിയെപ്പോലും അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് തിരിയാൻ ഹക്കായ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബയിലേക്ക് തിരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബക്ക് തവാഫ് ചെയ്യാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യം വിശ്വാസങ്ങളെ ആന്തരികത്തിലേക്ക് തിരിയുന്നു. വിശ്വാസങ്ങളെ ബാഹ്യം വിശ്വാസങ്ങളെ ആന്തരികത്തിന് ചുറ്റും കറങ്ങുന്നു. അത്രയേ ഉള്ളൂ. ഇത് വിശ്വാസങ്ങളുടെ ഈ ഒരു പരമോന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഖുത്ബാനിയത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ആ ഖുത്ബാനിയത്തിൻ്റെ യാഥാർത്ഥ്യത്തിനാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. അത് ആ അടിസ്ഥാനത്തിൽ ഖുത്ബാനിയത്തിൻ്റെ ആന്തരികമായ അവസ്ഥനെ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാബ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുബന്നലെ വിശ്വാസങ്ങൾ ആ കാബക്ക് ചുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുബിൻ്റെ ബാഹ്യമായ രൂപം കുത്തുബിൻ്റെ ആന്തരികമായ രൂപത്തിന് ആന്തരികമായ യാഥാർത്ഥ്യത്തിന് ചുറ്റുന്നു മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെക്കുറിച്ചുള്ള സൂചന നൽകപ്പെട്ട വിയർപ്പാണിത്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിലാഫത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ ഒരാളുടെയും നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഒരാളുടെ നിസ്കാരം ശരിയാവുന്നത് എങ്ങനെ? കിബിലക്ക് മുന്നിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പോൾ കിബില എന്താ? അത് വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയാണ്. അപ്പോൾ ആന്തരികമായ അവസ്ഥയിലേക്കാണ് വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലാണ് ഒരാളെ തിരിയുന്നത്. അപ്പോൾ വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്ക് തിരിയാതെ ഒരാളുടെ നിസ്കാരം ശരിയാവില്ല. അള്ളാഹിലേക്ക് തിരിയണമെങ്കിൽ വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്ക് തിരിയണം എന്നായി. എന്നാൽ നുബുവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കിബില ആയതുപോലെ ബൈത്തുൽ മുഖദ്ദസ് കിബില ആയവരുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, കിബില ആദ്യം കാബ മാത്രമായിരുന്നില്ലല്ലോ, മുമ്പ് ബൈത്തുൽ മുഖദ്ദസും കിബിലായിരുന്നില്ലേ? പിന്നെ വിശ്വാസങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസ് കിബിലായിട്ട് നിസ്കരിച്ചിട്ടിരുന്നല്ലോ. പിന്നീടാണല്ലോ പിന്നെ കിബില മാറ്റം സംഭവിച്ചത്. മസ്ജിദ് കിബിലത്തീനൊക്കെ ആ ഒരു സന്ദർഭവുമായി വന്നതല്ലേ. അവിടെ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നീട് മക്കയിലേക്കും തിരിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യം നമുക്കുണ്ടാവില്ല. അപ്പോൾ എന്തിനാണ് അങ്ങോട്ട് തിരിഞ്ഞത്? അത് തനിക്ക് മുമ്പുള്ള നബിമാരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക എന്നതിനുള്ള ഒരു സഹായമായി കൊണ്ടായിരുന്നു അത്. അതായത് ശാഖയായ ബൈത്തുൽ മുഖദ്ദസ് അടിസ്ഥാനപരമായ കാബയിലേക്ക് തിരിയുന്നതിൻ്റെയും തിരിയപ്പെടുന്നതിലേക്ക് തിരിയുന്നതിൻ്റെയും ഭാഗമാണ്. അതായത്
ബൈത്തുൽ മുഖദ്ദസും യഥാർത്ഥത്തിൽ തിരിയുന്നത് കാബയിലേക്ക് തന്നെയാണ്. അപ്പോൾ നബിമാർക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ കാബയിലേക്ക് തന്നെയാണ് തിരിഞ്ഞത്. ബൈത്തുൽ മുഖദ്ദസ് തിരിഞ്ഞത് കാബയിലേക്കാണുള്ള അടിസ്ഥാനത്തിൽ. ഇതിൽ മുത്തവജ്ജിഹ തിരിയുന്നവർ എന്നത് എല്ലാ പ്രപഞ്ചങ്ങളുമാണ്. മുത്തവജ്ജഹ് ഏതിലേക്കാണോ തിരിയുന്നത് അത് കാബയുമാണ്. ഇത് സമുദായങ്ങളുടെ ബലഹീനതയോടുള്ള കാരുണ്യവും മഹത്തുക്കളായ നബിമാർക്ക് അവരെ അനുസരിക്കുന്ന അവരുടെ ബലഹീനരായ സമുദായങ്ങളോടുള്ള ദയവും കാരണമാണ്. ഇപ്പോൾ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തല്ലാതെ മറ്റു ഉമ്മത്തുകൾക്കൊന്നും നേരിട്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നേരെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്ന അവരുടെ നബിയിലേക്കായിരുന്നു. നബി മുഖേനയായിരുന്നു അള്ളാഹുലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത്. വിശ്വാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാനൊക്കെ വിശ്വാസങ്ങൾ അനുമതി നൽകിയത്. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ ആ സമൂഹത്തിലുണ്ടായിരുന്നത്. ആ സമൂഹത്തിന് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടായിരുന്നല്ലോ. ആ ബലഹീനത പരിഗണിച്ചിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ അവരോട് കൽപ്പിക്കപ്പെട്ടത്. ഏറ്റവും വലിയ മറയായ ഹിജാബുൽ ആദമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകരക്കാർ എന്ന നിലയിലായിരുന്നു അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരുടെ ഹൃദയങ്ങൾ നിഗൂഢമായ ആ നിധിയെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരാണ്. അവരുടെ സമുദായങ്ങൾ നബിമാരെ പിന്തുടരുന്നവരാണ്. അപ്പോൾ നബിമാരോട് അങ്ങനെ പറയാൻ കാരണം നബിമാർ ശരിക്കും വിശ്വാസങ്ങളെ പിന്തുടരുന്നവരാണ്, വിശ്വാസങ്ങളെ തിരിയുന്നവരാണ്. എന്നാൽ അവരുടെ സമുദായം അങ്ങനെയല്ല, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് ഒരു കാരുണ്യമായിട്ട് നേരെ കണക്ഷൻ അവർക്ക് സാധ്യമാവില്ല എന്ന് തോന്നിയതുകൊണ്ട് അവരെ എന്ത് ചെയ്തു, നേരെ വേരിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം അതിൽ ശാഖയിലേക്ക് കണക്ട് ചെയ്തു. ആ ശാഖയാണ് ബൈത്തുൽ മുഖദ്ദസ്. പരിശുദ്ധമായ കാബയാണ് എല്ലാത്തിൻ്റെ അടിത്തറ. അതിൽ നിന്നുണ്ടായൊരു ശാഖയാണ് ബൈത്തുൽ മുഖദ്ദസ്. അപ്പോൾ ആ ശാഖയിലേക്ക് തിരിയുമ്പോഴും കാബയിലേക്ക് തന്നെയാണ് തിരിയുന്നത്. ബൈത്തുൽ മുഖദ്ദസും അവിടെയുള്ള നബിമാരും ഒക്കെ കാബയിലേക്കാണ്, വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്കാണ് തിരിയുന്നത് എന്ന കാരണം കൊണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നബിമാർ അവരുടെ ദൈവികമായ ഉൾക്കാഴ്ചയുടെ കണ്ണുകൾ കൊണ്ട് കാബയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒന്നായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവിടെയുള്ള നബിമാർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ ചുവരുകളിലേക്ക് അവരുടെ മുഖം തിരിച്ചു വെക്കുമ്പോൾ അവർ കരുതുന്നത് ഇത് കാബയിൽ നിന്ന് ഉത്ഭവിച്ച ഒന്നാണ് എന്ന അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അതിന് വേറെയായിട്ട് കാണുന്നില്ല. അതിനാൽ തങ്ങളുടെ സമുദായങ്ങളെ തർബിയത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ തങ്ങളുടെ ബാഹ്യ ശരീരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ മദീനയിലേക്കും തങ്ങളുടെ ആന്തരികത കൊണ്ട് അതിൻ്റെ അടിസ്ഥാനമായ കാബയിലേക്കും തിരിയുന്നവരാണ്. ഒരേ സമയം അവർ ബാഹ്യമായ അവരുടെ സമുദായത്തിന് വേണ്ടി അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയും. എന്നാൽ അവരുടെ ആന്തരികമായ അവസ്ഥ കാബയിലേക്കും വിശ്വാസങ്ങളുടെ ആന്തരികമായ അവസ്ഥയിലേക്കുമായിരുന്നു തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച്, വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, അതായത് അള്ളാഹു നിങ്ങളുടെ വിശ്വാസം ഈമാനിനെ പായാക്കി കളയുകയില്ല. അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള നിങ്ങളുടെ നിസ്കാരം പായാവുകയില്ല. സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള നബിമാരുടെ കരങ്ങളിലൂടെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലൂടെയും അതിലേക്ക്, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച എല്ലാവർക്കുമുള്ള ഒരു അഭിസംബോധനയാണിത്. വിശ്വാസങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ഒരു കാലഘട്ടം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതായിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നബിയന്മാരുടെ കാലഘട്ടത്തിൽ എല്ലാവരും ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞിരുന്നത്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനും അവരുടെ ആ ഈമാൻ ഒരിക്കലും പായാവില്ല. കാരണം അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞതെങ്കിലും അവർ ബൈത്തുൽ മുഖദ്ദസ് കാബയുടെ ഒരു ശാഖ എന്ന നിലയിൽ കാബയിലേക്ക് തന്നെയാണ് തിരിഞ്ഞത്. അവർ തിരിഞ്ഞത് എന്തിലേക്കാണോ തിരിഞ്ഞത് അത് കാബയിലേക്കാണ് തിരിഞ്ഞത് എന്ന കാരണം കൊണ്ട് അവർ യഥാർത്ഥത്തിൽ കാബയിലേക്കാണ് തിരിഞ്ഞതെന്നുള്ള പരിഗണിക്കും. അങ്ങനെ അവരുടെ ഈമാനിനെ അല്ലാഹു സംരക്ഷിക്കും. കാരണം നബിമാരുടെ കരങ്ങളിലൂടെ അവർ അതിന് അനുമതി നൽകപ്പെട്ടപ്പോൾ അതിൽ പരിഗണിക്കപ്പെടുന്നത് ആ കൽപ്പനയുടെ ഉദ്ദേശമാണ്. കൽപ്പിക്കുകയും നബിമാരെ അയക്കുകയും ചെയ്ത അള്ളാഹുവാണ് അതിലെ ലക്ഷ്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം വെളിപ്പെട്ടപ്പോൾ, ബാഹ്യമായ ശരീരവും അവിടുത്തെ ആത്മീയമായ അവസ്ഥയും വെളിപ്പെട്ടപ്പോൾ, അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിലെ വ്യക്തമായ വചനം മുഖേന അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബലയെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ വിശ്വാസങ്ങളുടെ നുബുവത്ത് വന്നപ്പോൾ വിശ്വാസങ്ങൾക്ക്
ഈ കാര്യം അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തു. ഇനി കാബയാണ് നിങ്ങൾക്ക് കിബില, എല്ലാത്തിൻ്റെയും സ്രോതസ്സ് കാബയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ബാഹ്യലോകത്തിന് അവിടുത്തെ ബാഹ്യപ്രകൃതിയെയും ആന്തരിക യാഥാർത്ഥ്യങ്ങൾക്ക് അവിടുത്തെ ആന്തരിക യാഥാർത്ഥ്യത്തെയും അവൻ വെളിപ്പെടുത്തി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വെളിപ്പെടൽ അന്ത്യനാൾ വരെ തുടരുന്നതാണ്. അപ്പോൾ വിശ്വാസങ്ങൾ വരുന്നതോടുകൂടി ബാഹ്യലോകത്ത് അവരുടെ ബാഹ്യമായ അവസ്ഥ കാണിച്ചു കൊടുത്തു, ആന്തരിക ലോകത്തിന് വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥകൾ കാണിച്ചു കൊടുത്തു. ഈ ഒരു അവസ്ഥ ഖിയാമത്ത് നാൾ വരെ തുടരുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ എനിക്ക് കിബില മാറ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കഅബ തന്നെയാണ്. എവിടെയാണോ അത് തുടങ്ങിയത്, ആ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെയാണ് അവസാനിച്ചത്. അതിനാൽ അടിമകൾ തങ്ങളുടെ നാഥനെ ആരാധിക്കുമ്പോൾ ബാഹ്യമായും ആന്തരികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ അഭയം പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധ്യസ്ഥതയില്ലാതെ ഒരാളുടെയും ആരാധനകൾ ശരിയാവുകയില്ലെന്നാണ് ഇതിൻ്റെ പൊരുൾ. അപ്പോൾ നിങ്ങൾ കാബയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരികമായ അവസ്ഥയിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ നിങ്ങളെ ഒരു കാര്യം ശരിയാവില്ല എന്നും ഇതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന ആദരിക്കപ്പെട്ട കാബയിലേക്ക് നാം തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിൻ്റെ ആത്മാവായ ആ കാബയിലേക്ക് നാം നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ സർവ്വം തിരിയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അവലംബമാക്കിയും അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കിബിലയിലേക്കും അള്ളാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സ്ഥാനത്തേക്കും നാം തിരിയുന്നു. അപ്പോൾ അവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ തിരിയുന്നത്. അള്ളാഹുവിലേക്ക് വഴികാണിക്കുന്നവരും യഥാർത്ഥത്തിൽ അവനെ ആരാധിക്കുന്നവരുമായ അവൻ്റെ ഖലീഫയുടെ പ്രകൃതിയുടെ സത്തയിലേക്കാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യപ്രകൃതിയെയും അവിടുത്തെ തിളങ്ങുന്ന പ്രകാശത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യത്തെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള നമ്മുടെ തിരിയൽ പൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് തിരിയുന്നത് ബാഹ്യമായ വിശ്വാസങ്ങളുടെ പ്രകൃതിയിലേക്കും ആന്തരികമായ വിശ്വാസങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്കും തിരിയുക എന്നതും അതിലൂടെ നമ്മൾ പരിപൂർണതയിലെത്തുക എന്നുള്ളതുമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തിരിയുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമായാൽ കഅബാലയം എന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ആരാധിക്കപ്പെടേണ്ട ഒന്നല്ല. കഅബനെ ആർക്കും ആരാധിക്കാൻ പറ്റില്ല. നമ്മൾ കഅബ എന്ന ബിൽഡിങ്ങിനെ ആരാധിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ആ കഅബ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരികമായ അവസ്ഥനെ സൂചിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി തവാഫ് ചെയ്തുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുന്നു. റസൂലുള്ളാഹി അവിടെ നേരെ തിരിഞ്ഞതുകൊണ്ട് നമ്മൾ തിരിയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ബിൽഡിങ്ങിനെ ആരാധിക്കപ്പെടേണ്ടതല്ല. അള്ളാഹുവിൻ്റെ കഴിവും ഇച്ഛയും ഇല്ലാതെ അത് ഉപകാരം ചെയ്യുന്നതോ ഉപദ്രവം ചെയ്യുന്നതോ അല്ല. ഗുണങ്ങൾ കൊണ്ടുവരുന്നതോ ദോഷങ്ങൾ തടയുന്നതുമല്ല. കല്ലുകളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മളറിയാതെ കാബനെ ആരാധിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായി പോകരുത്. കാബനല്ല നമ്മൾ ആരാധന. ആ കാബയിലൂടെ അള്ളാഹുവിനെയാണ് ആരാധന. ഹജ്ജിലും ഉംറയിലും നാം ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ആദരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നിനുമല്ല. കാബയിൽ ഹക്കിൻ്റെ തജല്ലിയാത്തുകൾ വർദ്ധിക്കാൻ കാരണം അത് അവൻ്റെ ഖിലാഫത്തിൻ്റെ കവാടമായതുകൊണ്ടാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ ഖിലാഫത്തിൻ്റെ കവാടമാണ് കാബ എന്ന കാരണം കൊണ്ടാണ്. അള്ളാഹു മഹത്വപ്പെടുത്തിയ ഒന്നിനെ ആദരിക്കുന്നത് ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനെ ചുംബിച്ചതും തവാഫ് ചെയ്തതും. ആദരിക്കപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് കാബയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചതും തങ്ങൾ തവാഫ് ചെയ്തതും ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യാഥാർത്ഥ്യത്തെയാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യമായ രൂപവും വന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരികമായ അവസ്ഥയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യമായ രൂപവും വെക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബയിലല്ലാതെ മറ്റൊരിടത്ത് ഖബറടക്കാനൊരു കാരണമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിശ്വാസങ്ങൾക്ക് കഅബൻ്റെ ഉള്ളിലാണെങ്കിലോ അങ്ങനെ ഉണ്ടാവാമല്ലോ. അതെന്താ അങ്ങനെ ആവാതിരുന്ന് വേറെ സ്ഥലത്തായത്? മക്കത്തും കഅബൻ്റെ അടുത്തൊന്നും അല്ലാതെ വേറെ സ്ഥലത്തായത് എന്താ? അപ്പോൾ വിശ്വാസങ്ങളുടെ തങ്ങളെ കഅബയിലല്ലാതെ മറ്റൊരിടത്ത് ഖബറടക്കാൻ ഒരു കാരണമുണ്ട്. അള്ളാഹുവിന് അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള തജല്ലിയാത്തുകൾ അവിടെ വെച്ച് വർദ്ധിക്കുന്നത് കാരണം ആളുകൾ കഅബയെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ്. കഅബക്ക് ഓൾറെഡി ഒരു തജല്ലി ഉണ്ട്. റസൂലുള്ളാഹി ആന്തരികമായ അവസ്ഥ അവ ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ് തജല്ലി. അതിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി ഖബറും കൂടി ഉണ്ടായാലോ, ഖബർ ഷരീഫും കൂടി ഉണ്ടായാലോ ആ തജല്ലി വർദ്ധിച്ചിട്ട്
ആ തജല്ലി കാരണം ആളുകൾ അതിനെ ആരാധിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. ആ ബിൽഡിങ്ങിലൂടെ വരുന്ന അവസ്ഥ, ആത്മീയമായ തജല്ലി കാരണം അത് ദൈവമാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പോവും. അതുകൊണ്ടാണ് അവിടെ വെക്കാതിരുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ സ്വലാശങ്ങളുടെ പവിത്രമായ ഖബർ കൂടി അതിനോട് ചേർന്നാൽ അത് സംഭവിക്കാൻ ഇടയുണ്ട്. അവിടുന്ന് സ്വലാശങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോയത് തന്നെ തൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യങ്ങളോടുള്ള അവിടുത്തെ അടങ്ങാത്ത ആഗ്രഹം പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു. മക്കയിൽ നിന്ന് വിശ്വാസങ്ങൾ ഹിജറ പോയത് വിശ്വാസങ്ങളുടെ ആന്തരികമായ അവസ്ഥയാണ് കാബിൻ്റെ ഉള്ളിലുള്ളത്. ആ ആന്തരികമായ അവസ്ഥ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വിശ്വാസങ്ങളുടെ ശരീരം ഉണ്ടായാൽ അത് വെളിവാക്കപ്പെട്ട അത് രണ്ടും എന്താവില്ല, അതിൻ്റെ ഒരു തജല്ലി ചിലപ്പോൾ വിശ്വാസങ്ങളുടെ ആ ബാഹ്യമായ ചുറ്റുപാടുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. കുറേ വിശ്വാസങ്ങൾ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചു. എന്നിട്ട് വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്ക് വിശ്വാസങ്ങൾ ഉയർത്തി കൊണ്ടുവന്നു. അപ്പോൾ വിശ്വാസങ്ങൾ അവിടെ അല്ല ഉള്ളത്, വേറെ സ്ഥലത്താണ് ഉള്ളത്. വേറെ സ്ഥലത്ത് നിന്നുകൊണ്ട് കഅബയുടെ യാഥാർത്ഥ്യമാകുന്ന വിശ്വാസങ്ങളുടെ ആന്തരികമായ യാഥാർത്ഥ്യത്തിലേക്ക് വിശ്വാസങ്ങൾ അള്ളാഹു ഉയർത്തി കൊണ്ടുവരിക. വിശ്വാസങ്ങളെ ബാഹ്യമായ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയരുകയാണല്ലോ. ആ ഘട്ടം ഘട്ടമായി ഉയരുന്ന വിശ്വാസങ്ങൾ ആന്തരികത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ആ തിരശ്ശീലകൾ ഓരോന്നോരോന്നായിട്ട് സ്വന്തം ഉള്ളിലെ തിരശ്ശീലകൾ തന്നെയാണ് വിശ്വാസങ്ങൾ മാറ്റം ചെയ്യുന്നത്, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കളായ പല ആളുകൾ ഔലിയാക്കന്മാരുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അലി ഹറാജിമി തങ്ങളുടെ ചരിത്രത്തിൽ, ബഹുമാനപ്പെട്ട അലി തമാസിനി തങ്ങളുടെ ചരിത്രത്തിലൊക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് നിന്ന് അവർ ദൂരെയാക്കപ്പെട്ടിരുന്നു. അവർ ഒരു ആത്മീയ അവസ്ഥ എത്തിച്ചപ്പോൾ കുറച്ച് മുന്നോട്ട് കടന്നപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ നിർത്തിയില്ല. കാരണം പിന്നെ അവരറിയുന്നത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആന്തരികമായ അവസ്ഥയായിരിക്കും. അത് അവിടെ നിന്നുകൊണ്ട് അറിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് കണ്ടിട്ട് ഓരോ ദൂരെയാക്കി. ഇവിടെ വരരുതെന്ന് പറഞ്ഞു, മൊറോക്കോയിൽ വരരുത്, ഫാസിൽ വരരുത് പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് പരിശുദ്ധമായ കഅബയുടെ ചുറ്റുപാടിൽ വെച്ചാണ് ആന്തരികമായ അവസ്ഥയിലേക്ക് തങ്ങൾ ഉയരുന്നതെങ്കിൽ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവും, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു വിശ്വാസങ്ങളെ മാറ്റി പാർപ്പിച്ചത്. ആന്തരികമായ യാഥാർത്ഥ്യങ്ങളുടെ പ്രകാശങ്ങളുടെ ഗാംഭീര്യമുള്ള വെളിപാടുകൾ കാരണം ബാഹ്യലോകങ്ങളുടെ വിജയം അവിടത്തേക്ക് ഉണർന്നു വരാൻ വേണ്ടിയായിരുന്നു അത്. അപ്പോൾ ആ ഒരു വിശ്വാസങ്ങൾ ആന്തരികമായ ലോകത്തിലൂടെയുള്ള സഞ്ചാരം കാരണം ഒരുപാട് ഫത്ഹുകൾ ഇവിടെ ഉണ്ടാവാനുണ്ട്. അത് ഈ മക്കത്ത് വെച്ചാൽ നടക്കണമെങ്കിൽ അത് അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം ആന്തരികമായ കാര്യം അവിടെ നിന്ന് തന്നെ വെളിവാകുന്നത്. അതുകൊണ്ട് അതെന്താവില്ല, പുറമേയിലേക്ക് വെളിവാവില്ല. ഇതുപോലെ ഒരു പുരുഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സ്ത്രീ വരുന്നത്. സംഭവം ശരിയാണ്. പുരുഷനും സ്ത്രീനെയും വേർപെടുത്തിയത് കൊണ്ടാണ് അവരിലൂടെ കുട്ടികളുണ്ടാവുന്നത്. പുരുഷൻ്റെ ഉള്ളിൽ നിന്നാണ് സ്ത്രീ വരുന്നതെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടിനെയും ഒന്നാക്കി വെച്ചാൽ അതിൽ കുട്ടി ഉണ്ടാവില്ല എന്നതുപോലെയാണിത്. ഇവിടെ ആ ഒരു ആന്തരികത്തെയും ബാഹ്യത്തെയും വിശ്വാസങ്ങൾ ആന്തരികത്തെയും ബാഹ്യത്തെയും വേർപെടുത്തി വെച്ചു. എന്തിനു വേണ്ടി? അതിലൂടെ ഒരുപാട് ഫത്ഹുകൾ ഉണ്ടാവാൻ വേണ്ടി. അത് രണ്ടും ഇണചേർന്ന് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വെളിവാവാൻ വേണ്ടി. അങ്ങനെ നുബുവത്തിൻ്റെ ബന്ധങ്ങളുടെ കരുത്തിൻ്റെ ഉറവിടമായ അറേബ്യൻ ഉപദ്വീപിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിനിധികളെയും സൈന്യങ്ങളെയും നിയോഗിച്ചു. തൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തിൻ്റെ വൃത്തത്തിലേക്കുള്ള പൂർണ്ണമായ മടക്കത്തിന് കരുത്തു നേടാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ അറേബ്യൻ നാടുകളെയും അവിടുത്തുകാരുടെ ഹൃദയങ്ങളെയും അവരുടെ മാതാവായ മക്കയെ സേവിക്കാൻ പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവരെ ആദരിച്ചു. കാരണം മക്ക എല്ലാ നാടുകളുടെയും മാതാവും അവയുടെ അടിസ്ഥാനവും അവയെല്ലാം അടങ്ങിച്ചെല്ലുന്ന ഇടവും ആത്മാവും അതിൻ്റെ ശാഖകളോട് വാത്സല്യം കാണിക്കുന്നവളുമാണ്. മക്ക എന്ന് പറയുന്നത് എല്ലാ നാടിൻ്റെയും മാതാവാണ്, എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ്, എല്ലാം മടങ്ങിച്ചെല്ലുന്നൊരിടമാണ്. എല്ലാം അവിടെ നിന്നാണ് ശാഖാമായി ശാഖയായി മാറുന്നത്. ആ ഒരു സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടാണ് തൻ്റെ കുഞ്ഞുങ്ങൾ വേർപെട്ടു പോയ ഒട്ടകം ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെയാണ് മക്ക അതിൻ്റെ ശാഖകളോട് മറ്റ് നാടുകളോട് വാത്സല്യം കാണിക്കുന്നത്. അപ്പോൾ മക്ക എന്ന ആ നാടിന് മറ്റ് നാടുകളോട് വാത്സല്യമുണ്ട്. ഏതുപോലെ ഒരു ഒട്ടകത്തിൻ്റെ കുഞ്ഞിനോട് ഒട്ടകത്തിനുണ്ടാവുന്ന വാത്സല്യം പോലെ അതിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് ഇഷ്ടപ്പെടുന്നു.
മറ്റ് നാടുകളൊക്കെ അതിലേക്ക് മടങ്ങുന്നതിന് ഇഷ്ടപ്പെടുന്നു. മക്ക അതിൻ്റെ സ്രോതസ്സാണ്, അതിൻ്റെ ഉമ്മയാണ്. ഇതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്: തൻ്റെ ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ ബാഹ്യമായോ ആന്തരികമായോ തന്നിലേക്ക് തിരിയുന്ന ഒരാളെയും സ്വീകരിക്കുകയില്ലെന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. കാരണം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങളുടെയും ഇടങ്ങളുടെയും ഭൗതിക ശരീരങ്ങളുടെയും വിശേഷങ്ങളുടെയും അമൂല്യമായ നിധിയാണ്. ഇവിടുത്തെ ഈ ലോകത്തുള്ള എന്തൊക്കെ ഉണ്ടോ, സ്ഥലങ്ങളാവട്ടെ, സമയങ്ങളാവട്ടെ, ശരീരങ്ങളാവട്ടെ, വിശേഷണങ്ങളാവട്ടെ, എന്താവട്ടെ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്നിട്ടുള്ളതാണ്. തങ്ങളെ കൊണ്ടല്ലാതെ അതിനൊന്നും ഒരു ബഹുമാനമില്ല. അതിനാൽ കാലങ്ങളിലോ സ്ഥലങ്ങളിലോ വ്യക്തികളിലോ വിശേഷണങ്ങളിലോ അള്ളാഹു ആദരവ് നൽകിയിട്ടുള്ള ഏതൊരു കാര്യവും അവൻ്റെ ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല. മഹോന്നതമായ അള്ളാഹുവിൽ നിന്നുള്ള സവിശേഷമായ ഔദാര്യം കാരണം അള്ളാഹുവിനാൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടത് കൊണ്ടാണ് തങ്ങളിലൂടെ ഉള്ള എല്ലാത്തിനും ആദരവ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ ആ വസ്തുക്കളൊക്കെ, സമയങ്ങളൊക്കെ, അതിൻ്റെ വിശേഷണങ്ങളൊക്കെ, രൂപങ്ങളൊക്കെ, അതിനൊക്കെ ആദരവ് ലഭിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചേർന്ന് നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം, വേറൊന്നും കൊണ്ടല്ല. തങ്ങളിൽ നിന്നാണ് അതൊക്കെ ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരാളുടെ കിബില എന്നത് ഒരു കൊച്ചുകുട്ടി, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റിസ്വാസങ്ങളിലേക്കല്ല നടക്കുന്നത്, നമ്മൾ അള്ളാഹിലേക്കാണ് മടങ്ങുന്നത് നമ്മൾ വിചാരിക്കാം. സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ റിസ്വാസങ്ങൾ ഒഴിവായി പോകുന്നൊന്നുമില്ല. വിശ്വാസങ്ങൾ ഒഴിവായിട്ടാണ് അള്ളാഹ്, അങ്ങനെ വിശ്വസിക്കേണ്ട. അത് നമ്മളുടെ റസൂലുള്ളാഹി വിശ്വാസങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. വിശ്വാസങ്ങൾ ഒഴിവായിട്ടൊരു അള്ളല്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന അങ്ങനെ ആയിരുന്നു. വിശ്വാസങ്ങൾ ഒഴിവാക്കിയിട്ടൊരു അള്ള ഉണ്ടാവുകയായിരുന്നെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ അവസാനത്തെ അതിൻ്റെ കൺക്ലൂഷൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ടല്ലേ എങ്ങനെയാണ് അതാവുന്നത്? നിസ്കാരത്തിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് അതാവുന്നത്? വിശ്വാസങ്ങളിൽ നിന്ന് വേർപെട്ട ഒന്നല്ല നിസ്കാരം അള്ളാഹുവിലേക്ക്, സലാത്ത് വിശ്വാസങ്ങളിലേക്ക്, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ. ഖുർആൻ അള്ളാഹിലേക്ക്, സലാത്ത് വിശ്വാസങ്ങളിലേക്ക്. ഞാൻ ഖുർആനേക്കാൾ കൂടുതൽ സലാത്താണ്. എനിക്ക് റസൂലുള്ളാഹിനോട് എനിക്ക് ഭയങ്കര ബന്ധം, അള്ളാഹിനോട് അങ്ങനെയൊന്നും ആയിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന ഈ ഖുർആനും ഈ ദിക്റും അതൊക്കെ അള്ളാഹ് സെപ്പറേറ്റും, ഈ സലാത്ത് വിശ്വാസങ്ങൾ സെപ്പറേറ്റും, ഈ മദ്ഹ് ഗാനങ്ങൾ വിശ്വാസങ്ങൾക്ക് സെപ്പറേറ്റും, ബാക്കിയൊക്കെ വേറെയും. അപ്പോൾ വിശ്വാസങ്ങളോട് മഹബത്തുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? കുറേ മദ്ഹ് ചൊല്ലുക, കുറേ സലാത്തില്ല. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളുകൾ, അള്ളാഹിനോട് കടുപ്പമുള്ളവർ കുറേ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ. അതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണയാണ്. അള്ളാഹിനെ അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നതിലുള്ള പേവാണ്. നമ്മൾ നിസ്കാരത്തിലൂടെയും ഖുർആനിലൂടെയും ദിക്റിലൂടെയും സലാത്തിലൂടെയും മദ്ഹിലൂടെയും എന്തിലൂടെയാണെങ്കിലും ഇതിലൂടെ ഒന്നും കടന്നു പോകാൻ പറ്റില്ല വിശ്വാസങ്ങളിലൂടെ അല്ലാതെ. നിസ്കാരവും നോമ്പും ഒന്നും ഒരു കാര്യവും വിശ്വാസങ്ങളിലൂടെ അല്ലാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നതുകൊണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് അത് തങ്ങളിലൂടെ എല്ലാം വരില്ല. ഒരാൾ ഖുർആൻ ഓതുന്നത് അത് തങ്ങളിലൂടെ എല്ലാം വരില്ല. തങ്ങളിലൂടെ അല്ലാതെ അവർക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ അവർക്ക് നിസ്കരിക്കാനും സാധിക്കില്ല. ശരിക്കും വിശ്വാസങ്ങളെ യാഥാർത്ഥ്യം തന്നെയാണ് അതിലൂടെയൊക്കെ വെളിവാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരാളുടെ കിബില എന്നത് ഒരു കൊച്ചുകുട്ടി തൻ്റെ ഉമ്മയുടെ മടിത്തട്ടിലിരിക്കുന്നത് പോലെ താൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൻ്റെ മടിത്തട്ടിലാണെന്ന് വിശ്വാസപരമായ പൂർണ്ണ ബോധവും ആത്മീയമായ ആസ്വാദനവുമാണ്. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ ശരിക്കും കിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ സ്വന്തം ഉമ്മേൻ്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കണ പോലെയാണ് എന്നർത്ഥം. കിബിലക്ക് മുന്നിടുക പറഞ്ഞാൽ കിബില എന്താ? ശരിക്കും വിശ്വാസങ്ങളെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ കിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഉമ്മൻ്റെ മടിത്തട്ടിൽ കിടക്കണ പോലെയാണ്. അപ്പോൾ റസൂലുള്ളാഹിങ്ങളുടെ മടിത്തട്ടിലാണ് നമ്മൾ കിടക്കണമെന്നുള്ള ഫീലാണ് കിബിലക്ക് മുന്നിടുന്നതുകൊണ്ട് കിട്ടുന്നത്. അത് നമ്മുടെ വിശ്വാസമായ ബോധ്യമാണ്. അതുപോലെ നമ്മൾ ആത്മീയമായ രുചിയാണ്. നമ്മുടെ ആത്മീയമായ രുചി അങ്ങനെ ആയിരിക്കണം. വിശ്വാസങ്ങൾ മടിത്തട്ടിൽ കിടക്കണ പോലെയാണ് നമുക്ക് കിബിലയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ റബ്ബിൻ്റെ സാന്നിധ്യത്തിലാണെന്നും അവൻ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വിശ്വാസങ്ങളെ മടിത്തട്ടില്ല, വിശ്വാസങ്ങൾ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തിലേക്കാണ് തിരിയുന്നത്? നമ്മൾ ഒരു കുട്ടി ഉമ്മയിലേക്കാണല്ലോ തിരിയുക. അതേപോലെ നമ്മൾ വിശ്വാസങ്ങളിലേക്ക് തിരിയുന്നു. അതാണ് നമ്മൾ കിബിലയിലേക്ക് തിരിയുന്നതെന്ന് പറഞ്ഞാൽ.
നിസ്കരിക്കുന്നവർ തൻ്റെ റബ്ബിനാലാണ് ചലിക്കുന്നത്, അവനിലൂടെയാണ് അവൻ ആരാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയെ അവൻ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അവിടുത്തെ പദവി, അവിടുത്തെ ജാഹ്, അവിടുത്തെ സ്ഥാനം കൊണ്ടാണ് നമ്മൾ അള്ളാഹിലേക്ക് തന്നെ മുന്നിട്ട് നിൽക്കുന്നത്. തൻ്റെ ശരീരവും ഹൃദയവും കൊണ്ട് അവൻ കഅബാലയത്തിൻ്റെ മതിലിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. അത് തനിക്ക് അഭയം നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസങ്ങളാണെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതായത് കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭയം നൽകുന്ന ശ്വാസങ്ങളെ ശ്വാസത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പോലെ. ഇതുപോലെ ഒരു ഉമ്മാൻ്റെ മടിത്തട്ടിലുള്ള കുട്ടി ഉമ്മൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും ഉമ്മയുടെ ശ്വാസം അനുഭവിക്കുന്നത് പോലെ ആണ് അവൻ കഅബയിലേക്ക് തിരിയുന്നത്. അതിലൂടെ അവൻ അനുഭവിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ശ്വാസമാണ് എന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടും. ഈ ബോധ്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദിക്റൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ റസൂലുള്ളാഹി മുന്നിൽ ഇരിക്കുന്ന പോലെ ചെല്ലണം, നമ്മൾ ഷെയ്ഖിൻ്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശിർക്കല്ലേ, അതൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതൊക്കെ മാറ്റി വെക്കണ്ടേ. നമ്മൾ അള്ളാൻ്റെ മുമ്പിലല്ലേ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ നേരം അങ്ങോട്ട് പോയി നിൽക്കാൻ പറ്റുന്ന ഈ മധ്യവർത്തികളില്ലാതെ ഒരിക്കലും അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ എത്താൻ പറ്റില്ല. അങ്ങോട്ട് പോകാൻ അള്ളാൻ്റെ ഫനാവാനും പറ്റില്ല, ഫനാവിൽ ബക്കാവിലാവാനും പറ്റില്ല. രണ്ടും ആ മധ്യവർത്തികളിലൂടെ അല്ലാതെ സാധ്യമല്ല. ഏറ്റവും വലിയ മധ്യവർത്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വിശ്വാസങ്ങളിലൂടെ അല്ലാതെ നമുക്കത് സാധ്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരിക്ക് ഖിബലയ്ക്ക് മുന്നിട്ടാലും നമ്മൾ മുന്നിടുന്നത് റസൂലുള്ളാഹിലേക്ക് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും, അല്ലാഹു അല്ലാത്ത മറ്റൊന്നുണ്ട് എന്ന ചിന്തകളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയുടെയും മടിത്തട്ടിലായിക്കൊണ്ട് നിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നീ നിൽക്കുക. കാരണം അള്ളാഹുവിൻ്റെ പ്രതിനിധിയും അവനിലേക്ക് വഴി കാണിക്കുന്നവരും ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധി എന്നത് അള്ളാഹുവിൻ്റെ സന്നിധി തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യം അതൊരിക്കലും വേറൊരു സാന്നിധ്യമല്ല, അത് അള്ളാഹിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫൻ്റെ സാന്നിധ്യവും ശരിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യം തന്നെയാണ്, വേറൊരു സാന്നിധ്യമല്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിൻ്റെ മുന്നിലും കഅബാലയത്തെ നിൻ്റെ ഖിബലയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ശുപാർശകനായി നീ മാറ്റുക. അങ്ങനെ നീ നിൻ്റെ റബ്ബിൻ്റെ സന്നിധിയിൽ ഹാജരായി കഴിഞ്ഞാൽ നീ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുക. അപ്പോൾ റസൂലുള്ളാഹികളെ നമ്മൾ ഖിബലയിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹികളെ മടിത്തട്ടിലായ നമ്മൾ അള്ളാഹിലേക്ക് തിരിയലാണ്. അതായത് റസൂലുള്ളാഹികളെ ശഫാഅത്തിലൂടെ, റസൂലുള്ളാഹികളെ മധ്യസ്ഥതയിലൂടെ അള്ളാഹിലേക്ക് തിരിയലാണ്. കാരണം കഅബ എന്ന് പറയുന്നത് റസൂലുള്ളാഹികൾ ആന്തരികമായ അവസ്ഥനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹികൾ ഇപ്പോൾ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലാണ്, നമുക്ക് റസൂലുള്ളാഹികളുടെ സാന്നിധ്യത്തിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഅബയിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഖിബലയ്ക്ക് മുന്നിട്ടു. പിന്നെന്താ ചെയ്യുക? നമ്മൾ ഇഖാമത്ത് കൊടുക്കും. അപ്പോൾ ഖിബലയ്ക്ക് മുന്നിടുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്, അതിൻ്റെ ആത്മീയമായ രഹസ്യങ്ങളാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. നമ്മൾ വുളു എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, 5 വക്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. 5 വക്ത് നിസ്കാരത്തിൽ ളുഹുർ അസറിനൊക്കെ എൻ്റെ അവസ്ഥകളെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഖിബലയ്ക്ക് മുന്നിടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഇഖാമത്ത് കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിസ്കരിക്കാൻ നമ്മൾ ഇഖാമത്ത് കൊടുക്കില്ല, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അങ്ങനെ നീ 2 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഇഖാമത്തിൻ്റെ രൂപം എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അൽ ഫലാഹ്, ഖദ് ഖാമത്തുസ് സ്വലാത്തു, ഖദ് ഖാമത്തുസ് സ്വലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ 2 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിൻ്റെ ഉൾക്കാഴ്ചയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ജലാലല്ലാതെ മറ്റൊന്നും നിനക്ക് വെളിപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ തജല്ലിയുടെ പ്രകാശങ്ങളുടെ ഗാംഭീര്യം കാരണം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റു കാര്യങ്ങളെല്ലാം മാഞ്ഞുപോയി. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റെല്ലാ വസ്തുക്കളും ഇല്ലാതാവുകയും ഏകത്വത്തിൻ്റെ കടലിൽ നീ നീന്തുമ്പോൾ ഹുവൽ അവ്വലുൽ ആഖിറുൽ ളാഹിറുൽ ബാത്തിൻ എന്ന
അള്ളാഹുവിൻ്റെ വചനം നിനക്ക് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ, അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഫീലിംഗ് എന്താണ്? അള്ളാഹുവാണ് ആദ്യവും അവസാനവും ബാഹ്യവും ആന്തരികവും എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ നിൻ്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും, നിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നുമായി നിൻ്റെ ബാഹ്യവും ആന്തരികവുമായ സർവവും അള്ളാഹു അല്ലാതെ വലിയവനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ ഒരു ഫീലിങ്ങിൽ നിന്നാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതിനാൽ അല്ലാഹു അക്ബർ എന്ന വചനം പൂർണ്ണമായ പരിമിതപ്പെടുത്തലും പ്രാധാന്യം നൽകുന്നതുമാണ്. അതായത് അള്ളാഹു മാത്രമേ വലിയവനായിട്ടുള്ളൂ, അതിനെ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇതിൽ അള്ളാഹു എന്നത് മുബ്തദിയും അക്ബർ എന്നത് ഏറ്റവും വലുത് എന്ന് സൂചിപ്പിക്കുന്ന ഇസ്മു ഫായിലുമാകുന്നു. എന്നാൽ അള്ളാഹുവിൽ മറ്റൊന്നിനേക്കാൾ ഉത്തമനാണെന്ന താരതമ്യം ശരിയാവുകയില്ല. കാരണം അത് മറ്റൊന്നിൻ്റെ പങ്കാളിത്തം ആവശ്യപ്പെടുന്നുണ്ട്. ഹക്കായ അള്ളാഹുവിനാകട്ടെ യാതൊരു പങ്കാളിത്തവുമില്ല. മറിച്ച് അവനാണ് ഉദ്ദേശിച്ചതെല്ലാം ചെയ്യുന്നവൻ. അവനൊഴികെയുള്ളതെല്ലാം അവനാൽ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം, അക്ബർ എന്ന് പറയണമെങ്കിൽ ഒരുപാട് വലിയ ആൾക്കാരുണ്ടാവും, അതിലേറ്റവും വലിയവൻ അവനാണെന്നുള്ള അർത്ഥത്തിലാണ് ഭാഷാപരമായി. പക്ഷേ ഇവിടെ അത് അള്ളാഹുവിനോട് ചേർന്നതല്ല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കുറേ വേറൊന്നുണ്ട്, അതിൻ്റെ കൂടെ അള്ളാഹ് വലുതാണ്, അങ്ങനെയല്ല. വേറെ ഒന്നുമില്ല, അള്ളാഹ് മാത്രമേ ഉള്ളൂ വലിയവനായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നസബ് മുഖേന അതിൻ്റെ ഇറാബ് പ്രകടിപ്പിക്കുന്നതിനായി അവൻ അതിനെ വെളിപ്പെടുത്തി. തുടർന്ന് അത് 2 തവണ ആവർത്തിപ്പിക്കപ്പെട്ടത് അതിൻ്റെ പ്രാധാന്യം ഊന്നൽ നൽകാനാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു മാത്രമേ വലിയവനുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ കുറേ എണ്ണം ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു വലിയവനാണെന്ന് പറയാനല്ല. പിന്നെ ആ ഒരു കാര്യത്തിന് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതും. അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനാണ്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഒരാൾ പറയുന്നത് എപ്പോഴാണ്? അവൻ സാക്ഷ്യം വഹിക്കുമ്പോൾ അള്ളാഹു ആണ് ആദ്യവും അവസാനവും ബാഹ്യവും ആന്തരികവും എല്ലാം അള്ളയാണ്, വേറൊന്നുമില്ല ഇവിടെ എന്നൊരാൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ട നുബുവത്തിൻ്റെ പ്രകാശങ്ങളാൽ തുറക്കപ്പെട്ട എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായ സത്യത്തിലും യാഥാർത്ഥ്യത്തിലും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന്. അതായത് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും തായ്മ കാണിക്കാനോ മറ്റൊരാളിലേക്കും ആശ്രയിക്കാനോ പാടുള്ളതല്ല. കാരണം അവനാണ് ചെയ്യുന്നവൻ. മറ്റുള്ളവയെല്ലാം അവനാൽ ചെയ്യപ്പെടുന്നവയാണ്. ചെയ്യപ്പെടുന്നവയെല്ലാം ചെയ്യുന്നവൻ്റെ പ്രവൃത്തിക്ക് പൂർണ്ണമായ വിധേയമായിരിക്കും. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നുബുവത്തിൻ്റെ പ്രകാശം കൊണ്ട് നമ്മൾ തുറക്കപ്പെട്ട ബുദ്ധി കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവനല്ലാതെ മറ്റൊന്നിലേക്ക് തായ്മ കാണിക്കപ്പെടേണ്ടതില്ല, അവനല്ലാതെ വേറെ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ടതില്ല. ഇവിടെ അവൻ മാത്രമേ എല്ലാം പ്രവർത്തിക്കുന്നുള്ളൂ, വേറെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവനാണ് ഫായിൽ, മറ്റെല്ലാം അവനെക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, അവനെക്കൊണ്ട് വെളിവാവുന്നതാണ് എന്ന ഒരു ബോധ്യത്തിലാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിൻ്റെ അവസ്ഥയിലാണ് വല്ലവലുല്ലാഹിറുല്ലാഹിറുൽ ബാത്തിൻ എന്ന അനുഭവം നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്പെടുമ്പോഴാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതും ഞാൻ ഈ പറഞ്ഞ പോലെ അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നും അവനല്ലാതെ ആരിലേക്കും തായ്മ കാണിക്കപ്പെടേണ്ടതില്ല എന്നും അവനല്ലാതെ ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്നും അവനാണ് എല്ലാത്തിലൂടെയും പ്രവർത്തിക്കുന്നതെന്നും അവൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള ഉത്തമമായ ബോധ്യം നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. പിന്നീട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ ചൊല്ലും. ഇതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ സൃഷ്ടിയും റസൂലുമാണെന്ന് ഞാൻ സംശയലേശമന്യേ ഉറപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. മഹോന്നതനായ അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്നതിനായി അവിടുത്തെ കരങ്ങളിലൂടെ സുന്നത്താക്കപ്പെട്ട വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങളുമായി അള്ളാഹു തൻ്റെ മുഴുവൻ സാമ്രാജ്യത്തിലേക്കും അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയും ചുമതലപ്പെടുത്തുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു വിശ്വസിക്കുന്നവരെ അവൻ്റെ റബ്ബല്ലാത്തവരിലേക്ക് ചാഞ്ഞു പോകുന്നതിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുമാണത്. തൻ്റെ നബിയിലുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഇതാണ്: അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്നതിൽ അവൻ തൻ്റെ നബിയെ തൻ്റെ പകരക്കാരനാക്കി. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. അവിടുത്തെ ആ മാർഗദർശനത്തിൻ്റെ ബർക്കത്ത് കൊണ്ടാണ്
അവിടുത്തെ റിസാലത്തിനെക്കുറിച്ച് നീ പ്രഖ്യാപിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നമുക്ക് ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് ആ റിസാലത്തുമായി വന്നതുകൊണ്ടും കൊണ്ട് മാത്രമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ പകരക്കാരനാണ്. എന്ത് വിഷയത്തിൽ? അള്ളാഹുലേക്ക് വഴി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിന് ഒരാളെ നിശ്ചയിക്കണമല്ലോ. ആ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്കുള്ള അള്ളാഹുവിൻ്റെ പകരക്കാരനാണ്. അപ്പോൾ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലും അനിവാര്യമായി തീരുന്നു. പിന്നീട് ഹയ്യ അല സ്വലാഹ് എന്ന് നമ്മൾ പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിസ്കരിക്കുന്നവൻ തൻ്റെ ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ അവയവങ്ങളെയും അതിലവനുമായി സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും അവയവങ്ങളെയും വിളിക്കുന്ന വിളിയാണിത്. അപ്പോൾ നമ്മളെന്തിനാ ഒറ്റയ്ക്ക് ഈ കാമത്ത് കൊടുക്കണം? ഹയ്യ അല സ്വലാഹ് നമ്മൾ ഒറ്റയ്ക്ക് പറയുന്നത്? അവിടെ ആരും കേൾക്കാനൊന്നുമില്ലല്ലോ. നിസ്കാരത്തിലേക്ക് വരി എന്നാണ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിലേക്ക് വരുന്നതിന് ആരെപ്പോൾ വിളിക്കുന്നത്? ശരിക്കും ആദ്യം നമ്മൾ വിളിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും അള്ളാഹു ആകുന്ന സാന്നിധ്യത്തിലേക്ക് വിളിക്കുകയാണ്. നിസ്കാരം തന്നെ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്കാണ്, വേറൊന്നുമല്ല. ആ പ്രവർത്തനത്തിൻ്റെ അപ്പുറത്ത് അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ ലയിച്ചു ചേരാൻ നമ്മളെ തന്നെ വിളിക്കുക. അതാണ് ഹയ്യ അല സ്വലാഹ്. അതോടൊപ്പം നമ്മളുമായി സഹകരിക്കുന്ന എല്ലാവരെയും, അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ ഉണ്ടെങ്കിൽ അവരെയും വിളിക്കുകയാണ്. അതായത് നിസ്കാരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരിക നിസ്കാരത്തിൻ്റെ സന്നിധിയിലേക്ക്. അതെന്താണ്? അള്ളാഹു അല്ലാത്ത എല്ലാത്തിൻ്റെയും ചിന്തകളുടെയും ചിഹ്നമില്ലാതെ ദൈവിക സാന്നിധ്യയുടെ അനിവാര്യതകൾ മാത്രം നടത്തിക്കൊണ്ട് മാനുഷികമായ അനിവാര്യതകൾക്ക് വിലക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സന്നിധിയാണത്. അവിടെ സലാമിൻ്റെ ഹദറത്തില്ല, അത് സലാത്തിൻ്റെ ഹദറത്താണ്. സലാമിൻ്റെ ഹദറത്തിന് അവിടെ മറ്റുള്ളതൊക്കെ ഉണ്ട്, മറ്റുള്ളതൊന്നുമില്ല, അള്ളാഹുവിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മറ്റുള്ളതിലേക്ക് ഉള്ള ചിരിച്ചലും മറ്റുള്ളവ ഉണ്ട് എന്നുള്ള തോന്നലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാന്നിധ്യത്തിലേക്ക് വരികയും എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഇതിൽ ഗൈർ എന്നാൽ അള്ളാഹു അല്ലാത്ത എന്നും ഗൈരിയത്ത് എന്നാൽ ആ അള്ളാഹു അല്ലാത്തവയുടെ അവസ്ഥകളും രീതികളും എന്നുമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും അള്ളാഹ് അല്ലാത്ത ഒന്നുണ്ട് എന്നുള്ള ചിന്തയിലും ഇതിനൊക്കെ മുക്തമായിട്ടാണ് അള്ളാഹുലേക്ക് നമ്മൾ തിരിയേണ്ടത്. പിന്നീട് ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുന്നു. ഇത് ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങളെ സമന്വയിപ്പിക്കലാണ്. അപ്പോൾ ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറയുമ്പോൾ അവിടെ ഫനാഹിൻ്റെ ഒരു അവസ്ഥ വരും. അപ്പോൾ അതിലേക്ക് ഒരു ബക്കാവിനെയും കൂടി കൂട്ടി സൃഷ്ടിനെയും കൂടി അതിൽ യോജിപ്പിച്ചു. അതാണ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ബാഹ്യമോ ആന്തരികവുമായ ഇന്ദ്രിയങ്ങളുടെ സമന്വയം കൂടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഭൗതിക ലോകത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റബ്ബിൻ്റെ ആവരണങ്ങളിലേക്ക് ബന്ധപ്പെടലാണത്. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് നീ നൽകേണ്ടതായ കടമ നിറവേറ്റലാണിത്. നീ ആ അസ്തിത്വത്തിന് ഒരു ചെറിയ കണിക മാത്രമാണ്. ദൈവികമായ സർവാധികാരത്തിൻ്റെ ഔന്നിത്യത്തിന് കവാടത്തിന് മുന്നിൽ നിസ്കാരം എന്ന നിലയിൽ പരിപൂർണമായി നിലയുറപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഹുവൽ അവ്വലുൽ ആഖിറുൽ ളാഹിറുൽ ബാത്തിൻ എന്നുള്ള അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ട് പറയുന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നമ്മൾ അല്ലാഹു അല്ലാതെ ഇവിടെ ഒരു പ്രവർത്തകനുമില്ല, അല്ലാഹു അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാനില്ല, അല്ലാഹു അല്ലാതെ ആശ്രയിക്കപ്പെടാനില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിത്തീരുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചത് വിശ്വാസങ്ങളുടെ വിശാലത്താണ്. വിശ്വാസങ്ങളെ കൂടെയാണ് നമ്മൾ എത്തിച്ചേർന്നത് എന്ന അടിസ്ഥാനത്തിൽ അതിലേക്ക് ചേർത്തി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയും. പിന്നെ ഹയ്യ അല സ്വലാഹ് എന്ന് പറയുമ്പോൾ നമ്മളെയും നമ്മളെ അവയവങ്ങളെയും നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാത്തിനെയും നമ്മൾ ക്ഷണിക്കലാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, നിസ്കാരത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്. ഹയ്യ അൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ബാഹ്യമായ കാര്യങ്ങളെയും ചേർത്തി വെക്കുകയാണ്. ബാഹ്യമായ നേലുകളെ, ബാഹ്യമായ അസ്തിത്വങ്ങളെ, അതിനോടുള്ള കടമകളെ അതൊക്കെ അതിലേക്ക് ചേർത്തി വെക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഹയ്യ അല സ്വലാഹ് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ആന്തരികത്തേക്ക് വിളിക്കുന്നത് പോലെയും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ബാഹ്യത്തിലേക്ക് വിളിക്കുന്നത് പോലെയുമാണ്. ഹയ്യ അല സ്വലാഹ് എന്ന് പറഞ്ഞാൽ ഹഖീഖത്തിലേക്ക് വിളിക്കുന്നത് പോലെയും ഹയ്യ അൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിലേക്ക് വിളിക്കുന്നത് പോലെയാണ്. നിസ്കാരത്തിൻ്റെ ആന്തരികമായ അവസ്ഥയിലേക്ക് വരൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിസ്കാരത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് വരൂ എന്നും കൂടി പറയാം. പിന്നീട് ഖദ് ഖാമത്ത് സ്വലാഹ് എന്ന് പറയുന്നു. അതായത് നിസ്കരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവികമായ സന്നിധിയുടെ ചൂട് അതിതീവ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. അതായത് ആ ഒരു നിസ്കാരത്തിൻ്റെ ഹദറത്തിലേക്ക് എത്തുമ്പോൾ
ആ ഹദ്റത്തിൻ്റെ ചൂട് അവൻ അനുഭവപ്പെടുമ്പോഴാണ് ഖദ് ഖാമത്തുസ് സ്വലാ എന്ന് പറയുന്നത്. അതിനാൽ മാനുഷികമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാതാകാൻ വേണ്ടി മനുഷ്യ പ്രകൃതിയുടെ വിശേഷണങ്ങൾക്കെതിരെയായിട്ടുള്ള നമ്മുടെ ആത്മാക്കളുടെ യുദ്ധക്കളങ്ങളിലേക്ക് എടുത്തു ചാടാൻ നിർബന്ധമായിരിക്കുന്നു. അപ്പോൾ അവിടെ ഓരോ നിസ്കാരവും ശരിക്കും നമ്മളെ നഫ്സുമായി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. നമ്മളെ നഫ്സ് എപ്പോഴും തിരിയാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ കാരണങ്ങളിലേക്കും മനുഷ്യ പ്രകൃതിയുടെ ആവശ്യങ്ങളിലേക്കൊക്കെയാണ്. എന്നാൽ നിസ്കാരം നമ്മുടെ അടുത്ത് ആഗ്രഹിക്കുന്നത്, നിസ്കാരം നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിവായി അള്ളാഹുമായി തനിച്ചാവാനാണ്. ഓരോ നിസ്കാരത്തിനൊരു ചൂടുണ്ട്. എന്തിൻ്റെ ചൂടാണ്? ഒരു യുദ്ധത്തിൻ്റെ ചൂടുണ്ട്. ആ യുദ്ധം എന്തിനോടുള്ള യുദ്ധമാണ്? നമ്മളെ ഈ നഫ്സുമായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം നഫ്സ് നമ്മളങ്ങനെ അങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മളെ ഹക്കിലേക്ക് വലിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിൽ ഒരു പോരാട്ടത്തിൻ്റെ ഒരു കോൺഷ്യസ് ആയ ഒരു എഫേർട്ടിൻ്റെ ഒരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിസ്കാരം ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയും തൻ്റെ ഹൃദയത്തിലേക്ക് മറ്റു പ്രപഞ്ച സൃഷ്ടികളുടെ ചിന്തകൾ കടന്നു വരാൻ അനുവദിക്കാതെ അവൻ്റെ നിസ്കാരത്തിൻ്റെ അവകാശങ്ങൾ പൂർത്തിയാക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്താൽ അസ്തിത്വത്തിൻ്റെ ഗോളം കാരുണികൻ്റെ വിരലുകൾക്കിടയിൽ ചുരുട്ടപ്പെട്ടതായി അവന് വെളിപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്? നിസ്കാരത്തിലൂടെ അവൻ്റെ താല്പര്യങ്ങളിലേക്കും ചിന്തകളിലേക്കും ഭൗതികമായ കാര്യങ്ങളിലേക്കും അവൻ്റെ ശ്രദ്ധ വന്നാൽ അവനെന്തിനാണ് ശ്രദ്ധിക്കുന്നത്? അതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണല്ലോ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതിലേക്ക് ചിന്തിക്കുന്നത്. അതേസമയം അവൻ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ആ ചിന്തകളൊക്കെ ഒഴിവാക്കുന്നു. അവനെന്താ ചെയ്യേണ്ടതെന്ന് അവന് ഓർക്കുന്നില്ല. അവൻ്റെ ഭൗതികമായ വിഷമങ്ങളും സന്തോഷങ്ങളും അവന് ഓർക്കുന്നില്ല. ഇതിലേക്കൊന്നും വരുന്നില്ല. അവൻ്റെ റബ്ബിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നൊരു ഫീലിംഗാണ് അവന് ഉണ്ടാവുന്നതെങ്കിൽ ആ ഫീലിങ്ങിലൂടെ അവന് കിട്ടുന്ന പ്രതിഫലം എന്താ? അവന് അനുഭവപ്പെടും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ താല്പര്യങ്ങളും, പ്രപഞ്ചത്തിലെ എല്ലാ രസങ്ങളും, പ്രപഞ്ചത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പ്രപഞ്ചത്തിൽ അവൻ നേടി കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും അത് റബ്ബിൻ്റെ കയ്യിലുള്ള റബ്ബിൻ്റെ വിരലിൻ്റെ ഇടയിൽ ചുരുട്ടപ്പെട്ടതാണെന്ന് അവൻ അനുഭവപ്പെടും. കാരണം അവൻ ഉദ്ദേശിച്ച അവൻ എന്തും ചെയ്യാമല്ലോ. നമ്മളിതിനെ ഇത്ര ടെൻഷൻ അടിക്കണത്? നമ്മൾ അള്ളാഹിലേക്ക് തിരിഞ്ഞാൽ മതി, അള്ളാഹ് ബാക്കിയൊക്കെ ചെയ്തോളും എന്ന് അവന് ബോധ്യപ്പെടുന്നൊരവസ്ഥ അതിലുണ്ടാവും. അപ്പോൾ അവന് ആ ഒരു ചൂടിൽ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചൂട് അവന് ശരിക്കും പാരമ്യത്തിലെത്തുന്നൊരവസ്ഥയിലായിരിക്കും അവൻ ഖദ് ഖാമത്തുസ് സ്വലാ എന്ന് പറയുക. കാരണം എല്ലാം ഒഴിവാക്കി ആ നഫ്സിനോട് പോരാടി അവൻ ആ സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. ആ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ അവൻ നഫ്സ് എപ്പോഴും പറയുന്നുണ്ട്, അങ്ങോട്ട് അവനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവനെ വലിച്ച് പോകുന്നില്ല. അവൻ ആ സാന്നിധ്യത്തിൽ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിലയുറപ്പിക്കുകയാണ്. അങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ആ നഫ്സ് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ത് താല്പര്യത്തിന് വേണ്ടിയാണോ ആ താല്പര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ തയ്യാറാവും. അവന് മനസ്സിലാവും ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കാതെ തന്നെ അള്ളാഹു ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഇതൊക്കെ. അള്ളാഹുവിൻ്റെ കയ്യിൽ ചുരുട്ടപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ എന്നവന് ബോധ്യപ്പെടും. അപ്പോൾ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതാണ് ഭാവനകളുടെയും പൊടിപടലങ്ങളുടെയും ലോകം. അപ്പോൾ ഇതൊക്കെ ഈ ബാഹ്യമായി അവൻ കാണുന്നതൊക്കെ ഭാവനകളുടെയും പൊടിപടലങ്ങളുടെയും ലോകമാണ്. ഈ ലോകം അള്ളാഹുവിൻ്റെ കരങ്ങളുടെ ഇടയിൽ ചുരുട്ടപ്പെട്ടതാണ്. അതെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനാണ് മറ്റതിൻ്റെ ചിന്തകളിലേക്ക് അവൻ മുഴുകുന്നത്? അതിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെയും യജമാനായുള്ള സന്നിധിയിൽ അവൻ്റെ ജലാലിനെയും അവൻ നേരിട്ട് ദർശിക്കുന്നതാണ്. അപ്പോൾ അവന് അതിലൂടെ ഈ ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നു പോയാൽ അവന് ദുനിയാവിൽ അനുഭവിക്കുന്ന, അവൻ കടന്നു പോകുന്ന, അവന് സാക്ഷ്യം വഹിക്കുന്ന, അവനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളായി അവൻ അനുഭവപ്പെടും. തുടർന്ന് അവൻ തൻ്റെ ആത്മീയമായ ഹിമ്മത്ത് ഉപയോഗിച്ച് 2 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഖദ് ഖാമത്തുസ് സ്വലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ടല്ലോ. മഹത്വത്തിൻ്റെ മഹാസമുദ്രം അള്ളാഹുവിന് മാത്രമാണെന്ന് അവൻ ദർശിക്കുകയും തൻ്റെ നാഥൻ നൽകിയ ഈമാൻ്റെ പ്രകാശം കൊണ്ട് മറ്റെല്ലാവരിൽ നിന്നും അതിനെ അവൻ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ സർവ്വവസ്തുക്കളുടെയും അടിസ്ഥാനങ്ങളില്ലാതാവുന്നു. തുടർന്ന് അവൻ സ്വന്തം പ്രതാപത്തിൽ നിന്നും തൻ്റെ കഴിവുകളിൽ നിന്നും ശക്തിയിൽ നിന്നും മുക്തനായിക്കൊണ്ട് തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നാഥൻ്റെ അധികാരത്തിൻ്റെ മറകൾ മുറുകെ പിടിക്കുന്നു. അള്ളാഹു തുടക്കം കുറിക്കുന്നവനും അവസാനിപ്പിക്കുന്നവനും സഹായിക്കുന്നവനും നേർവഴി കാണിക്കുന്നവനുമായി നിശ്ചയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ മധ്യസ്ഥനാക്കുകയും തൻ്റെ ആത്മീയ ഹിമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹക്കായ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേനയല്ലാതെ തനിക്ക് യാതൊരു തജല്ലിയാത്തുകളും രഹസ്യങ്ങളും എത്തിച്ചേരുകയില്ലെന്ന് അവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്
കുറച്ചും കൂടി ഒരു ഫനായിൻ്റെ തലത്തിലുള്ള അല്ലാഹു അക്ബർ ആണെങ്കിൽ, രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബക്കാവിൻ്റെ തലത്തിലുള്ള അല്ലാഹു അക്ബറാണ്. ആദ്യത്തിൽ നമ്മൾ ഒരു പൂർണ്ണമായി അല്ലല്ലാത്ത എല്ലാം ഒഴിവായി അള്ളാഹുവിൽ ലയിച്ചു ചേരുന്നൊരു ഫീലിംഗ് അല്ലാഹു അക്ബർ ലാഹിർ ബാത്തിൻ എല്ലാത്തിലൂടെ അല്ല മാത്രമേ ഉള്ളൂ എന്ന് അനുഭവപ്പെടുമ്പോൾ, രണ്ടാമത്തെ അല്ലാഹു അക്ബറിൽ അള്ളാഹുവിലൂടെ തന്നെ മറ്റതിനൊക്കെ സ്ഥിരപ്പെടുത്തുകയാണ്. ഇതൊക്കെ ബാഹ്യമായുള്ളതാണെങ്കിലും അതിലൂടെ ഒക്കെ വെളിവാകുന്ന അല്ല തന്നെയാണ് അല്ലാഹു അക്ബർ എന്നവൻ സ്ഥിരപ്പെടുത്തി പറയാണ്. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ സ്ഥിരപ്പെടുത്തുന്നു, അള്ളാഹിൻ്റെ സൃഷ്ടിനെ അവൻ സ്ഥിരപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹിമ്മത്തിലേക്ക് അവൻ തിരിഞ്ഞ് നിൽക്കുന്നു. ഇതിലൂടെ ഒക്കെ വെളിവാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തജല്ലിയാത്തുകളാണെന്ന് അവൻ അനുഭവപ്പെടുന്നു. രണ്ട് അല്ലാഹു അക്ബർ രണ്ടവസ്ഥയിലാണ്. ആദ്യം അല്ലാഹു അക്ബർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് പറഞ്ഞു. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫനാഹിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയി ഹയ്യ അൽ ഫലാഹ് എന്ന് പറയുന്നിടത്ത്, ഖദ് ഖാമത്തുസ്സലാഹ് എന്നൊക്കെ പറയുന്നിടത്ത് അവൻ ബക്കാവിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. ആ ചേർന്ന് വന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ്, അതിൻ്റെ ഉന്നതമായ അവസ്ഥയാണ് അല്ലാഹു അക്ബർ എന്ന് വീണ്ടും അവൻ പറഞ്ഞതിൽ നിന്ന് അവൻ അനുഭവിക്കുന്നത്. അങ്ങനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അതായത് സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രണം കൈവശമുള്ള അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും റുക്കൂ ചെയ്യാനോ നിൽക്കാനോ സുജൂദ് ചെയ്യാനോ തായ്മ കാണിക്കാനോ അർഹതയില്ല. അങ്ങനെ ഇഖാമത്തിൻ്റെ പദങ്ങൾ ഉപയോഗിച്ച് അവൻ തൻ്റെ നിയ്യത്ത് ഒരുമിച്ച് കൂട്ടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ കൊണ്ട് ബർക്കത്തെടുക്കുകയും ചെയ്തപ്പോൾ മഹത്വത്തോട് കൂടിയുള്ള ദൈവിക സംരക്ഷണത്തിൻ്റെ സൂര്യൻ അവൻ്റെ നാദിൽ നിന്ന് അവൻ വെളിപ്പെടുന്നു. അപ്പോൾ ഈ അവസാനത്തെ അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയും ആദ്യത്തേത് ഫനായിലേക്ക് ചേർന്ന് നിൽക്കുന്ന അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ, രണ്ടാമത്തെ ബക്കായിലേക്ക് ചേർന്ന് നിൽക്കുന്ന അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ്, ഇതൊക്കെ ഇഖാമത്തിൻ്റെ പ്രയോഗങ്ങൾ കഴിഞ്ഞു. പിന്നെ അവൻ ചെയ്യുന്നത്, അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുകയാണ്, അല്ലാഹു അക്ബർ എന്ന് പറയാണ്. അപ്പോൾ എപ്പോഴാണ് അവൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, നിയ്യത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. അതായത് അല്ലാഹു അല്ലാത്ത വലിയവനായി മറ്റാരുമില്ല. അതിലൂടെ നിസ്കാരത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവാകലിൻ്റെയും അഭിവാദ്യത്തിൻ്റെ രൂപത്തിൽ അവൻ അവൻ്റെ കൈകൾ ഉയർത്തുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരാളെ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയൂലേ, അതേപോലെയാണ് നമ്മളവർ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നത് പോലെയാണ് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള അഭിവാദ്യമാണത് എന്നാണ് ശൈഖുകൾ പറയുന്നത്. അങ്ങനെ പൂർണ്ണമായ മഹത്വത്തോട് ചേർക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പ്രകാശം കൊണ്ട് അവൻ തൻ്റെ ബാഹ്യവും ആന്തരികവുമായ സർവ്വത്തെയും മുക്തമാക്കുന്നു. സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിന്നതും അവിടുത്തെ മുഖേന തിരിയാൻ കൽപ്പിക്കപ്പെട്ടതുമായ കഅബയിലേക്ക് അവൻ മുന്നിടുന്നു. താൻ അള്ളാഹുവിൻ്റെ ഖലീഫയുടെ സംരക്ഷണത്തിൻ്റെ മടിത്തട്ടിലാണ് നമ്മൾ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ അവിടുത്തെ ആന്തരികമായ യാഥാർത്ഥ്യത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അത് യാതൊരു മധ്യസ്ഥതയുമില്ലാതെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥത്തെ തിരിഞ്ഞിട്ടുള്ളതാണ്. തനിക്ക് പകരമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ അള്ളാഹു അവനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് അവൻ മനസ്സിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? തക്ബീർ ചൊല്ലി, ഖിബ്ലക്ക് മുന്നിട്ട് തക്ബീർ ചൊല്ലി, പിന്നെ നമ്മൾ ഫാത്തിഹ ഓതാൻ നിൽക്കും. ഫാത്തിഹ ആരുടെ കലാമാണ്? അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹാണ് ഫാത്തിഹ ഓതിയത്. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹിൻ്റെ പകരമായി നമ്മൾ ഓതുകയാണ്. അള്ളാഹു നമ്മളെ അതിന് പ്രതിനിധിയാക്കി നമ്മളിലൂടെ അവനാണ് ഓതുന്നത്, നമ്മളല്ല. തനിക്ക് പകരമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് അവൻ മനസ്സിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നവൻ പറയുന്നത് അവനല്ല പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു നമ്മളിലൂടെ അവനാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. കാരണം അവൻ്റെ കലാമാണല്ലോ അത്, നമ്മളെ കലാമല്ലല്ലോ. പകരക്കാരൻ എന്ന നിലയിൽ തന്നിൽ നിന്നുള്ള പാരായണവും തൻ്റെ അവയവങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഉള്ള അള്ളാഹുവിൽ നിന്നുള്ള സംഭാഷണവുമാണെന്ന് എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറെ ആരോ കുറിച്ച് പറയുന്നതാണെന്ന് അവൻ വിചാരിക്കരുത്, അത് അവനെക്കുറിച്ച് പറയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവൻ അങ്ങനെ അവൻ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും പറയുന്നത് മറ്റുള്ള കുറേ ആൾക്കാരെക്കുറിച്ചാണെന്ന് അവൻ ധാരണ ഉണ്ടെങ്കിൽ അവൻ ഖുർആനിനെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാവേണ്ടത്. കാരണം ഖുർആൻ പറയുന്നത് മുഴുവൻ അവനോടാണ്, വേറെ ആരോടും അല്ല. അപ്പോൾ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്.
നമ്മളെ അവൻ്റെ സംസാരത്തിനെ പ്രതിനിധിയാക്കിയാണ്. അപ്പോൾ നമ്മൾ ലൗഡ് സ്പീക്കർ പോലെ നമ്മൾ സംസാരിക്കുകയാണ്, അവനാണ് സംസാരിക്കുന്നത്, നമ്മളല്ല. എന്നിട്ട് നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. എന്നാൽ ആ അള്ളാഹുവിൻ്റെ പകരക്കാരനായി നമ്മൾ പറയുന്നു എന്ന് മാത്രം. അത് പറയുന്ന ആരോടാ? നമ്മളോട് തന്നെ. അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു, മനസ്സിൽ കൊണ്ടുവരുന്നു. പകരക്കാരൻ എന്ന നിലയിൽ തന്നിൽ നിന്നുള്ള പാരായണവും തൻ്റെ അവയവങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള സംഭാഷണവുമാണ് എന്നവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഖുർആൻ എന്നത് ഓരോ വ്യക്തിക്കും അള്ളാഹുവിൽ നിന്നുള്ള അഭിസംബോധനയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. ഖുർആൻ വേറെ ആർക്കും ഉള്ളതല്ല, നമുക്കുള്ളതാണ്, എനിക്കുള്ളതാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അതൊരു പൊതുവായ സംഭാഷണമല്ല. നമ്മൾ വിചാരിക്കുന്നത് പൊതുവായിട്ട് ഇങ്ങനെ അന്ന് അവിടെ ഇറങ്ങിയതാണ്, അവിടെ ഖുറൈശികൾക്ക് ഇറങ്ങിയതാണ്, അത് കാഫിറുകളെ കുറിച്ചാണ്, അത് മുനാഫികളെ കുറിച്ചാണ്, അത് അഹ്ലു കിതാബിനെ കുറിച്ചാണ്, അത് ഇവരെക്കുറിച്ചാണ്, അവരെക്കുറിച്ചാണ്. നമ്മളതിലില്ല തന്നെ. അങ്ങനെയല്ല ഖുർആൻ അതൊക്കെ ആ സാഹചര്യത്തിലെ ഒരു സബബാക്കി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മളോടാണ് പറയുന്നത്, വേറെ ആരോടും അല്ല. മറിച്ച് ഓരോരുത്തർക്കും വിശദമായിട്ടുള്ളതാണ്. ഖുർആൻ്റെ അർത്ഥങ്ങൾ അറിവില്ലെങ്കിൽ കൂടി അതിലെ ഓരോ അക്ഷരവും അള്ളാഹുവിലേക്കുള്ള വഴികാട്ടലിൽ തനിക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അതിന് അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് അള്ളാഹു നമുക്ക് തന്ന സന്ദേശമാണ്. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്കൊരു കത്തയക്കുകയാണ്. ആ കത്തയക്കുന്നതിൽ നമുക്ക് സന്ദേശം നമുക്കറിയാം, ഇത് ഇന്ന ആൾ അയച്ചതാണെന്ന് മനസ്സിലാക്കിയാലോ. നമ്മൾ ഇഷ്ടപ്പെട്ട ആളാണ് അയച്ചത്, ആ ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ അയച്ചു എന്ന കാരണം കൊണ്ട് തന്നെ അതിലൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയും അത് വായിക്കാൻ തയ്യാറാവും, കാരണം അവരയച്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഖുർആൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്കത് വായിക്കാൻ നമുക്കത് മതി, അവനയച്ചതാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഖുർആനിലുള്ള അർത്ഥം അറിഞ്ഞിട്ട് എല്ലാവർക്കും പൂർത്തിയാക്കാൻ പറ്റുമോ? ഇനി അർത്ഥം അറിയുന്നവനും അർത്ഥം പൂർണ്ണമായി അറിയാനും പറ്റില്ല. ശരിക്കും അർത്ഥം അറിയുന്നവനും അറിയാത്തവനെ പോലെ തന്നെയാണ്. കാരണം ഖുർആനിലെ ഓരോ സൂക്തങ്ങളും തുടങ്ങുന്നത് നമുക്ക് അറിയാൻ സാധിക്കാത്ത രഹസ്യ കോഡുകളുമായിട്ടാണ്. അലിഫ് ലാം മീം ഹമീം ഐൻ സീൻ ഖാഫ് ഖാഫ് ഹായ ഐൻ സീൻ ഖാഫ് നിങ്ങൾ തുടങ്ങി നൂൻ. ഈ അക്ഷരങ്ങളൊക്കെ എന്തിനാ തുടക്കത്തിൽ പറഞ്ഞത്? നിങ്ങൾ അറബി ഭാഷ അറിഞ്ഞുകൊണ്ട് മാത്രം ഖുർആൻ മനസ്സിലാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് അറിയാൻ സാധിക്കില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലും അറിയാൻ പറ്റാത്തതുമല്ല. നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ നടുവിലായിരിക്കണം എന്ന് മനസ്സിലാക്കണം. ഖുർആൻ എന്നത് മറിച്ച് ഖുർആൻ്റെ അർത്ഥങ്ങൾ അറിവില്ലെങ്കിൽ കൂടിയും അതിലെ ഓരോ അക്ഷരവും അള്ളാഹുവിലേക്കുള്ള വഴികാട്ടൽ തനിക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ കാഫിറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്നത് കാഫിറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളല്ല, അത് കാഫിറിനെ കുറിച്ചാണ് പറയണമെന്നല്ല നമുക്ക് തോന്നുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണ് ഷേഖറുകൾ. അതിൽ കാഫിറിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവനായി അവൻ സ്വന്തം നഫ്സിനെ തന്നെ ചിത്രീകരിക്കുന്നു. അപ്പോൾ കാഫിർ തന്നെ നിഷേധിയാണല്ലോ. അപ്പോൾ കാഫിറിനെ കുറിച്ച് അതിൽ പറയുമ്പോൾ കുലിയാ യുൽ കാഫിറൂൻ നമ്മൾ ഓതിയാൽ അത് കാഫിരിങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഓതുകയാണ് എന്ന് വിചാരിക്കല്ലേ. കുലിയാ യുൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ ആ കുഫർ എന്ന് പറഞ്ഞത് അനുഗ്രഹത്തിനുള്ള നിഷേധമാണ്. നമ്മൾ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിന് നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിനോട് പിന്തിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ പരിധിയിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുഫറിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഫാഖിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും നമ്മളെക്കുറിച്ചാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. എന്നാൽ അതിനർത്ഥം ഇതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളില്ല എന്നല്ല. ഖുർആൻ ഒരേ സമയം നമ്മളോടാണ് സംസാരിക്കുന്നത്, അതേസമയം നമ്മളെ സമുദായത്തിനോടാണ് സംസാരിക്കുന്നത്, അതേസമയം മുൻകഴിഞ്ഞ സമുദായത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതേസമയം വരുംകാലത്തിലെ സമുദായത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. ഇതൊക്കെ ഖുർആനിനുള്ളിലുണ്ട്. ഇപ്പോൾ ഖുർആനിലെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളെ പേഴ്സണലായി മാത്രമേ ഇത് സംസാരിക്കുന്നുള്ളൂ, അതിൻ്റെ ആശയങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയരുത്. ഖുർആൻ്റെ ഉള്ളിൽ നമുക്ക് പഴയ കാലത്തെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അന്ന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിലൂടെ വായിച്ചാൽ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള നമ്മളുടെ സമുദായത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ജമാഅത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, അള്ളാഹിൻ്റെ ഖലീഫൻ്റെ കൂട്ടത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഖുർആനിലുള്ളിലൂടെ നമുക്ക് നമ്മളെയും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഖുർആൻ പ്രധാനമായും നമ്മളോടുള്ള സന്ദേശമാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോടൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ കാഫിർ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളോട് എങ്ങനെയാണ് കാഫിറിനെ അഭിസംബോധന ചെയ്ത് പറയുക? അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, കാഫിർ എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിച്ചവനാണ്, കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിച്ചവനാണ്. അപ്പോൾ നമ്മൾ പലതും നിഷേധിക്കുന്നില്ലേ, അള്ളാഹിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നില്ലേ,
നമ്മൾ നന്ദികേട് കാണിക്കുന്നില്ലേ? അപ്പോൾ ആ പറഞ്ഞതൊക്കെ നമ്മളോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മുനാഫിക്കും അതുപോലെ എല്ലാം. കാരണം ദൈവികമായ അവകാശങ്ങൾ നിറവേറ്റാൻ അവന് കഴിവില്ലല്ലോ. അത് നിറവേറ്റിയില്ലെങ്കിൽ അവനും നിഷേധിയാണ്. അതിനാൽ ആ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റാരുമല്ല, തന്നെ തന്നെയാണ് അവൻ കാണുന്നത്. നിസ്കാരത്തിൻ്റെ വേളയിൽ ഖുർആനിൻ്റെ വിവിധ അർത്ഥങ്ങളിലേക്ക് അവൻ തൻ്റെ ബുദ്ധിയെ ചിതറിവിടുകയുമില്ല. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് ഖുർആൻ അർത്ഥത്തിലൂടെ ഇങ്ങനെ കടന്നു പോകണം എന്നാണ്. എന്നാൽ നമ്മൾ നിസ്കാരത്തിലൂടെ ഇങ്ങനെ ആ ഖുർആൻ അർത്ഥങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോകാമെന്ന്. അങ്ങനെ പോകണം നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും ഖുർആൻ അർത്ഥങ്ങളിലൂടെ നിസ്കാരത്തിൽ പോകാതിരിക്കലാണ് നല്ലത് എന്നാണ് ശേഖറുകൾ പറയുന്നത്. നിസ്കാരത്തിൽ നിന്നുള്ള സലാമിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ മാത്രമേ വിധികൾ അവയുടെ ബാഹ്യമായ അർത്ഥങ്ങളിലേക്ക് മടങ്ങുകയുള്ളൂ. നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ കുറച്ചും കൂടി റബ്ബിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ആശയങ്ങളാണ് നമുക്കിങ്ങനെ വരേണ്ടത്. എന്നാൽ സലാം വെട്ടിക്കഴിഞ്ഞാൽ അതേ ആയത്തുകൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് അതിലേക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിസ്കാരത്തിലാകുമ്പോൾ കൂടുതൽ അതിൻ്റെ ആ അള്ളാഹിൻ്റെ ഹദ്റത്തിൻ്റെ അവസ്ഥകളാണ് കൂടുതൽ നമുക്ക് അനുഭവപ്പെടേണ്ടതിൽ. എന്നാൽ നിസ്കാരത്തിൻ്റെ സന്നിധിയാവട്ടെ അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹു അല്ലാത്ത ഒന്നുണ്ട് എന്ന ചിന്തയിൽ നിന്നും ഒറ്റപ്പെട്ടതാണ്. അത് പൂർണ്ണമായി തകർക്കപ്പെടുന്നതിൻ്റെയും മായ്ക്കപ്പെടുന്നതിൻ്റെയും നിരപ്പാക്കപ്പെടുന്നതിൻ്റെയും സന്നിധിയാണ്. എങ്കിലും ഈമാനിൻ്റെ ബർക്കത്ത് വിവേചനശേഷിയുമായി കലർന്ന് അവനെ അവിടെ ഹാജരാക്കുന്നു. അപ്പോൾ അതായത് ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മൾ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലൂടെയും തകർക്കപ്പെട്ട, ഭൗതികമായ എല്ലാ അവശേഷിപ്പുകളും മായ്ക്കപ്പെട്ട, എല്ലാ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വസ്തുക്കളും തകർക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഖുർആൻ ഓതുമ്പോൾ. അങ്ങനത്തെ ഒരു ഫീലിംഗാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നമ്മൾ ഓതുമ്പോൾ തന്നെ ഈമാന് ഉള്ളതുകൊണ്ട് നമുക്കൊരു വിവേചന ശേഷിയും കൂടി അള്ളാഹു തരും. അങ്ങനെ ഒരാൾ നിസ്കാരം എന്ന നിലയിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ഇതിപ്പോൾ ഒരു ഫനാഹിൻ്റെ അവസ്ഥയിലാണ് ഒരാൾ നിസ്കരിക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ നിസ്കരിക്കുന്നതാണെന്ന് തോന്നൂലല്ലോ ഒരാൾക്ക്. എന്നാൽ ഈമാനുള്ളതുകൊണ്ട് ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയാലും നിസ്കരിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ അവനുണ്ടാവും. റുക്കുവും സുജൂദും തസ്ബീഹും വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾക്കൊക്കെ ഇതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയൊന്നും നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. നമുക്ക് നിസ്കാരത്തിൻ്റെ സുജൂദും റുക്കുവൊക്കെ വേർതിരിക്കപ്പെടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മളത് സുജൂദ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തൊക്കെ ചിന്തയിൽ മുഴുകിയിട്ട് സുജൂദ് ചെയ്തിട്ടുണ്ടോ റുക്കു ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തയെ പ്രശ്നമുള്ളൂ. അല്ലാതെ അള്ളാഹുവിൽ ലയിച്ച് ചേർന്നിട്ട് അള്ളാഹുവിൽ മറന്നു പോയിട്ട് സുജൂദ് മറന്നു പോകുന്നൊരവസ്ഥ നമുക്ക് ആർക്കും ഇല്ല. ഇപ്പം അങ്ങനത്തെ ആളുകളെ കുറിച്ച് പറയണതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് സുജൂദ് മറന്നു പോകില്ല റുക്കു. അപ്പം നമ്മൾ ചിന്തിക്കുമല്ലോ, അള്ളാഹുവിൽ അങ്ങനെ ലയിച്ച് പോയ ആളുകൾക്ക് സുജൂദ് മറന്നു പോലെ, റുക്കുവും മറന്നു പോലെ, തസ്ബീഹ് മറന്നു പോലെ അല്ല. അപ്പോൾ അവരാ ബോധത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു വിവേചന ബുദ്ധി അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കും. നിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം തിരിഞ്ഞ് കളയുന്നതിനെക്കുറിച്ച് നീ ജാഗ്രത പാലിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നിസ്കാരത്തിൽ വിശ്വാസങ്ങളുടെ സാന്നിധ്യം ഇല്ലയെന്ന് വിചാരിക്കരുത്. അതിന് തിരിഞ്ഞ് കളയുന്ന ജാഗ്രത പാലിക്കുക. കാരണം നീ ആയിരിക്കുന്ന ഈ പൂർണ്ണമായ ആദരവിൻ്റെ അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കുന്നത് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാകുന്നു. അവിടുത്തെ സാന്നിധ്യത്തിലൂടെ അല്ലാതെ നിനക്കിതൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു നമ്മൾ ആത്മീയമായ ഒരു അവസ്ഥനെക്കുറിച്ച് വലിയ ഉന്നതരായ സിദ്ദീഖീങ്ങളായ ആരിഫീങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് ഒക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ എന്താവണം, നമുക്കൊരു മാതൃകയാവണം. നമ്മളുടെയൊക്കെ നിസ്കാരം ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു പരിശ്രമം ആവശ്യമാണ്. ഒരാൾ ഫത്തഹായി അള്ളാഹുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും അവൻ ഈ രൂപത്തിൽ നിസ്കരിക്കുന്ന ആൾ, ഈ രൂപത്തിൽ നോമ്പോക്കുന്ന ആൾ, ഈ രൂപ ദിക്റിലാണ് അവനെ നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് ആക്കാനുള്ള ടൂൾസ് ഉണ്ടെന്നേ ഉള്ളൂ. ആ ടൂൾസ് വെച്ച് പിന്നെ അവൻ പണിയെടുക്കണം. പിന്നെ അവൻ്റെ പണ്ടുള്ള ആളുകളുടെയൊക്കെ വലിയ മഹത്തുക്കളൊക്കെ ഒതുവൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവരിങ്ങനെ കുറച്ച് പണ്ട് ചെറിയൊരു കിണ്ടി പോലത്തെ പാത്രം ഉണ്ടാവും, അതിലിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് മെല്ലെ മുഖത്തിങ്ങനെ തടവി, താടിയൊക്കെ തടവി മെല്ലെ ഓരോ മെല്ലെ ആവാന്നുള്ളതല്ല കേട്ടോ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് ആ കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു മുറാക്കബയിലായിട്ട് ഇങ്ങനെ നിന്ന് അതിലിങ്ങനെ ഓരോ മുഖം തടവുമ്പോഴും കൈ തടവുമ്പോഴും ഒക്കെ അതിലുള്ള ഒരു മുറാക്കബ അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിലൊക്കെ ഒരു മുറാക്കബയിൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് വെള്ളം എടുക്കും, എന്നാൽ നമുക്കതിൽ ഞാൻ ഊതെടുത്തുന്നോന്നല്ലേ ഓർമ്മയില്ല. പലപ്പോഴും നമ്മൾ ഞാൻ ഊതെടുത്തിരുന്നു,
എന്ന ചിന്ത. അത് എത്രത്തോളം നമ്മൾ ഗഫലത്ത് പിടികൂടി, ഞാൻ എൻ്റെ അവസ്ഥ പറയുന്നത് കേട്ടോ, എത്രത്തോളം നമ്മൾ ഗഫലത്ത് പിടികൂടി എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ പൊതു എടുത്തിരുന്നോ എന്നുള്ള ചിന്ത തന്നെ വരുന്നത്. ഞാൻ പൊതു എടുത്തിരുന്നു. കാരണം ഇപ്പോൾ ഏതുപോലെ നമ്മളിപ്പോൾ നല്ലപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നോ ചിന്തിക്കുന്ന പോലെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ അതിനർത്ഥം ഒരു ബോധവും ഇല്ലാതാണ് ഭക്ഷണം കഴിച്ചതെന്നല്ലേ. അപ്പോൾ ഒരു ബോധമില്ലാതെ നമ്മൾ ഒതുകൊടുത്തെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഒതുകൊടുത്തിനോ എന്നുള്ളതിൻ്റെ നമ്മൾ ഒതുകൊടുത്തിനോ എന്ന ചിന്ത. അങ്ങനെയാണ് നമ്മൾ ഒതുകൊടുക്കൽ. അത് കഴിഞ്ഞപ്പോൾ നിസ്കാരം അതുപോലെ തന്നെയാണ്. ഞാൻ നിസ്കരിച്ചെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ നിസ്കാരത്തിന് വേണ്ട ഒരു മുറാഖബൊന്നും അതിൽ കൊണ്ടുവന്നില്ല. നിസ്കാരം അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാനാണ് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആ സാന്നിധ്യത്തിനോട് വേണ്ട രൂപത്തിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കുന്നതും ഫാത്തിഹ ഓതുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മുറാഖബ ഉണ്ടല്ലോ നമ്മളെ കഴിവിനനുസരിച്ച്. ശരീഅത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ത്വരീഖത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും മാരിഫത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഓരോരുത്തർക്കും അവരോട് യോജിച്ച രൂപത്തിലൊരു മുറാഖബ അതിൽ കൊണ്ടുവരാൻ പറ്റും. അതവർ ചെയ്യുക, ബാക്കി അള്ളാഹ്ക്ക് വിട്ടെടുക്കുക. അപ്പോൾ അള്ളാഹു നമ്മൾ ആ യോജിച്ച രൂപത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അള്ളാഹു അതിൽ വർധനവ് ഉണ്ടാക്കി തരും. അതിനർത്ഥം അത് ഒരുപാട് ദൈർഘിപ്പിക്കുക എന്നല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നിസ്കാരം ദൈർഘിപ്പിക്കലാണ് അതിലുള്ള മുറാഖബാന്ന്. ദൈർഘിപ്പിക്കൽ എപ്പോഴും അങ്ങനെ മുറാഖബാവണമെന്നില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ അസ്ർ നിസ്കാരത്തിനെ കുറിച്ച് അതിൽ 4 റക്കാത്തിൽ അവസാനത്തെ 2 റക്കാത്തൊക്കെ വേഗതയിലാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒന്ന് വേഗത ചിലപ്പോൾ മാരിഫത്താവും. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പതുക്കെ ആവലാണ് ഉഷാറാവൽ എന്നല്ല. അങ്ങനെയല്ല, പതുക്കെ ആവൽ ചിലപ്പോൾ ഉഷാറാവും, പതുക്കെ ആവൽ ചിലപ്പോൾ ഉഷാറാവുകയില്ല. ചില സമയങ്ങൾ അതിൻ്റേതായ സാഹചര്യങ്ങളിൽ അതൊക്കെ ചെയ്യേണ്ടത്. പതുക്കെ ആയാലും വേഗതയിലായാലും ഒക്കെ നമുക്ക് മുറാഖബയിലാവാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനോട് യോജിച്ച രൂപത്തിൽ നമുക്ക് എന്താണോ ആ സമയത്ത് ചെയ്യാൻ പറ്റുക, ആ സാന്നിധ്യത്തിനോട് കൂറ് പുലർത്താൻ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധം കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയാണോ അതൊക്കെ ചെയ്യാൻ മാക്സിമം പറ്റുക കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബാക്കി നമ്മളാരും പരിപൂർണരല്ല. അള്ളാഹു ബാക്കിയുള്ള അവസ്ഥകൾ അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കട്ടെ. അപ്പോൾ മശായിഖന്മാരെ തർബിയത്ത് കൊണ്ട് പതിയെ നമ്മൾ ആ അവസ്ഥയിലേക്കൊക്കെ ഉയരും. ആ ഉയർച്ചയിലൂടെ പാതയാണ് ശരിക്കും നമ്മളുടെ ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ചിലപ്പോൾ ആരിഫൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും വലിയ ആരിഫാണ്, ഫത്തൊക്കെ ആയാണ്, ഉഷാറാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഇനി മുന്നോട്ട് പോകാനുണ്ട്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി മുന്നോട്ട് പോകാനാണ് ഇഷ്ടം പോലെ ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്താനും കൂടി ഉതകുന്നതാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ടാണ് ഇറാല റായിസൊക്കെ നമ്മൾ ആരിഫീങ്ങൾ വായിക്കേണ്ട കിതാബാന്ന് പറയുന്നത്. കാരണം തിജാനികളായവർക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ഫത്ഹായി ഉഷാറായി കുറേ എത്തി എന്നൊക്കെ തോന്നും. അങ്ങനെ എവിടെ എത്തിയിട്ടില്ല, നമ്മളിനി മുന്നോട്ട് പോകാനുള്ളത്. ഇതൊക്കെ നമ്മുടെ അടുത്ത് ടൂൾസ് മാത്രമേ ഉള്ളൂ. ഈ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ പണിയെടുക്കണം. അല്ലെങ്കിൽ പണിയെടുക്കാത്ത ആളും നമ്മൾ ഒരുപോലെ തന്നെയാണ്. ഓരോരുത്തരും ഇനിയിപ്പോൾ തിജാനികൾ ഫത്ഹായില്ല, ഫത്ഹ ഇല്ലാത്തവർക്കും ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു ബാഹ്യമായ ഒരവസ്ഥകളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് മനസ്സിലായ രൂപത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവരാവുന്നത്. അപ്പോഴാണ് അള്ളാഹു നമുക്ക് വർധനവ് നൽകുക. കിട്ടിയതിൽ തൃപ്തിപ്പെടുക, അതിന് ശുക്ർ ചെയ്യുക, അതിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അള്ളാഹു വർധനവ് നൽകും. നമ്മൾ കിട്ടാത്തതിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യമില്ല. അത് അള്ളാഹു നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നതല്ല. ഏത് ഘട്ടത്തിൽ നമുക്ക് അതന്നെ വേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.